ഓക്കെ, വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാമിൻ്റെ ഒരു ഓട്ടത്തിലാണ് നിങ്ങൾ അല്ലേ. അപ്പോൾ ഈ ഓണപരീക്ഷയുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ലാസ്റ്റ് കുറച്ച് നേരം നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സാറ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ +1 ഉള്ള നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി. ആ ചാപ്റ്ററിൽ കിടക്കുന്ന അതേ കാഥോഡ് റേസും ആനോഡ് റേസും കഥകളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ കുറച്ചും കൂടെ സിലബസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ ഇതിൽ കുറച്ചൊക്കെ നോക്കിയും മറിച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളും ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓൾറെഡി നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയേക്കണം. ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ പഠിച്ചു പോയ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. നമ്മൾ എപ്പോഴും ആപ്ലിക്കേഷൻ ലെവലാണ് പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ ലെക്ചേഴ്സ് ഒക്കെ കണ്ടാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെക്ചേഴ്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. അല്ലാതെ ഡയറക്ട്ലി ഇന്ന സാധനം, അതായത് ഇപ്പോൾ എന്നിട്ടാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് റേസിന്റെ മെറിറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, ഇങ്ങനെ ഡയറക്ട്ലി ചോദിക്കലൊന്നുമില്ല. ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് അതിന് കാരണം എന്താ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ സാറ് പറഞ്ഞെന്നുള്ളൂ. അതൊക്കെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതേപോലെ അവിടെ നിന്ന് ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞൊക്കെ നോക്കുക കേട്ടോ. കൃത്യമായിട്ട് ആൻസറൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ചെയ്യാനുള്ളതാണെങ്കിൽ ഒന്ന് ചെയ്തൊക്കെ നോക്കുക. കാരണം ഈ ചാപ്റ്ററിലും ഇതിലും അടുത്ത ചാപ്റ്ററിലും അതിന്റെ അടുത്ത ചാപ്റ്ററിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഒരു നോട്ട് ബുക്ക് ഒക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കുക ഇത് കേൾക്കുമ്പോൾ. അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ദൈവമേ ഞാനിത് പഠിച്ചിട്ടില്ല, ഇത് ഞാൻ വിട്ടുപോയി, അങ്ങനെ ചകഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണില്ല, ലാസ്റ്റ് മിനിറ്റാ, ഈ സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടണില്ല എങ്കിൽ പിന്നെ അതിന്റെ പുറകെ പോരുത് കേട്ടോ. ഓൾറെഡി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. തൽക്കാലം നമുക്ക് അവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ സാറ് പറയുന്ന ഈ പോയിന്റ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിലിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാണ്ട് ഒരു വേവലാതി കൊണ്ട് കിട്ടാതെ ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സമയം കളയാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വരുന്ന രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ പാറ്റേൺ ഒന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ അധികം സമയം കളയുന്നില്ല. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാർ അതിലോട്ട് പോവാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Which are the particles present in canal rays? കനാൽ രശ്മികളിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതെന്നാണ് ചോദ്യം. കണങ്ങൾ, അതായത് കനാൽ റേസിൽ. അപ്പൊ ആലോചിച്ച് നോക്കുക, ഏതാണ് കനാൽ റേസ്? 2 ടൈപ്പ് റേസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഒന്ന് കാഥോഡ് റേസ്, രണ്ടാമത്തേതാണ് ആനോഡ് റേസ്. ഈ ആനോഡ് റേസ് എന്ന് പറയുന്ന ആളെ ആനോഡ് രശ്മികളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏത്? കനാൽ റേസ്. അപ്പൊ അത് മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ അപ്പൊ തന്നെ അവിടെ നിന്ന് പറഞ്ഞു നോക്കുക. ഓൾറെഡി നിങ്ങൾ ചിലപ്പോ ഈ സാധനത്തിനെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ലാസ്റ്റ് പോയിന്റ്, ഒരു പാരഗ്രാഫിന്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ടാണ് അത് കിടക്കുക. ഈ കനാൽ റേസിന്റെ ആനോഡ് റേസിന്റെ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ലാസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കണ്ടു കാണില്ല, പക്ഷെ ശ്രദ്ധിച്ചു പോകണം കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റിപ്പീറ്റഡ്ലി വായിച്ചു നോക്കുക. അതേ ക്വസ്റ്റ്യൻ തന്നെ പല ടൈപ്പിൽ വേറെ ആളുടെയും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ഇതിന്റെ ആൻസർ? കനാൽ റേസിന്റെ പാർട്ടിക്കിൾസ്, അതിലുള്ള പാർട്ടിക്കിൾസ് ഏതാണ്? അപ്പൊ തന്നെ മനസ്സിലോട്ട് വരാം കനാൽ റേസ് എന്താണ്, എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു. ആനോഡ് റേസ് എന്ന അതിന്റെ മറ്റൊരു പേര്. എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് പോകുന്ന ആളാണ്. അതിന്റെ ചാർജ് എന്ത്? അതിലുള്ള പാർട്ടിക്കിൾ ഏത്? അതിന്റെ പേര് ഓമന പേരിട്ട് വിളിച്ചു. പിന്നെ റൂദർഫോർഡ് എന്ന് പറയുന്ന ആളാണ് അതിന് പേരിട്ട് വിളിച്ചത്. അതിന്റെ പേരെന്താണ്? പ്രോട്ടോൺസ്. എന്താണ് അതിന്റെ പേര്? പ്രോട്ടോൺസ് എന്നാണ് പേര്. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പ്രോട്ടോൺ ആണ്, കേട്ടിട്ടുണ്ട്, ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട്. പക്ഷേ കനാൽ റേസ് എന്നുള്ള പേര് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ പേരിൽ വരുന്ന സാധനമാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതിനെ പേരിട്ട് വിളിച്ചത് പിന്നീട് റൂദർഫോർഡ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാ. അപ്പൊ ഒന്ന് എക്സ്പെക്ട് ചെയ്യുക ഇതൊക്കെ ഒന്ന് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഇതിൽ കാണിച്ചു തരാം. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 മലയാളം മീഡിയത്തിലാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും പേജ് നമ്പർ 10 ഈ പറയുന്ന പ്രോട്ടോണിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതോടെ പ്രോട്ടോൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? അതേ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് ഈ ലൈൻ. അതായത് കനാൽ റേസിന്റെ ഉള്ളിലുള്ള ആളെന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. അപ്പൊ സാർ ഇതിന്റെ പേജ് നമ്പർ ഒന്ന് കാണിച്ചു തന്നാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. കുറെ തപ്പി ചിലപ്പോൾ ഈ പോയിന്റ് തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ പറയുന്ന പേജ് നമ്പർ 10 ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 10th പേജിൽ കിടക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഡിറ്റർമൈൻ ഇ ബൈ എം റേഷ്യോ? ഇ ബൈ എം അനുപാതം കണ്ടുപിടിച്ചത് ആര്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? പക്ഷെ ചിലവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഈ പഠിച്ചു പോയ തിരക്കില് ഈ റേഷ്യോ മാത്രം ചിലപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള കാഥോഡ് റേസിന്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സാറ് പറഞ്ഞു കാഥോഡ് റേസിനായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് ആര്? ഇ ബൈ എം റേഷ്യോ. അപ്പൊ നിങ്ങൾക്ക് കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇ ബൈ എം റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ പറയുന്ന കാഥോഡ് റേസിലുള്ള ഇലക്ട്രോണുകൾ ഇയാളുടെ പേരിലായത്. ആ പറയുന്ന ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആൾ ആരാണോ, ഇലക്ട്രോൺ എന്നുള്ള പേര് ശരിക്കും പിന്നീട് ഇലക്ട്രോണിന്റെ ചാർജും ഇതൊക്കെ ഇട്ടത് വേറെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴിയായിട്ട് റോബർട്ട് മില്ലിക്കൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. അതൊക്കെ നമ്മുടെ ലെറ്റേഴ്സ് മറ്റേ എക്സ്റ്റൻഡ് റീഡിങ്ങിന്റെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ സമയം കിട്ടുമ്പോഴേക്കും ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ അതിന് തിരക്ക് പിടിക്കണ്ട. അതേപോലെ ഈ പറയുന്ന അതേ ആള് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഇത് കണ്ടുപിടിച്ച അതേ ആള് തന്നെയാണ് ആക്ച്വലി ഇ ബൈ എം റേഷ്യോ കൊണ്ടുവന്നത്. അപ്പൊ ആരാണെന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സാർ ഇപ്പൊ പറയുമ്പോൾ തന്നെ ആൻസർ ഒക്കെ എന്റെ മക്കൾ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക ആരാണെന്നുള്ളത്. ചിലപ്പോൾ പകുതി മുക്കാൽ ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാള് നിങ്ങൾ പറഞ്ഞു പഠിച്ച ഒരു പേരായിരിക്കും. എന്താണ് അയാളുടെ പേര്? ജെ തോംസൺ. ആരാണ്? ജെ തോംസൺ ആണ് ഇ ബൈ എം റേഷ്യോ കണ്ടെത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, സാർ ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത് എവിടെയാണാവോ കിടക്കുക എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ സാർ എന്റെ പേജ് നമ്പർ കാണിച്ചു തരാം. ഇതേപോലെ പേജ് നമ്പർ 10 ഈ പ്രോട്ടോന്റെ ഒക്കെ മുകളിലായിട്ട് നോക്കിയടാ, ഈ പ്രോട്ടോന്റെ ഒക്കെ മുകളിലായിട്ട് ഡി ലൈൻ കണ്ടോ? കണ്ടോ? ജെ തോംസൺ ഇ ബൈ എം റേഷ്യോ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെന്നുള്ളത്. മലയാളം മീഡിയത്തിലും അത് തന്നെയാണ് പേജ് നമ്പർ. ആ ഒരു പേജിലാണ് കിടക്കുന്നത് കേട്ടോ. ഈ ഒരു പാരഗ്രാഫിൽ ഇത് ഇവിടെയായിട്ട് കിടക്കുന്നത് കാണാം. മലയാളം മീഡിയത്തിലും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന കാണാം, കണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതും ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ചിലപ്പം ഇതൊക്കെ പുതിയ ടോപ്പിക്കാണ്. നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇതൊന്നും കാണില്ല, ഇതൊന്നും ഉണ്ടായില്ല പണ്ട്. ഇപ്പോഴാണ് ഇതൊക്കെ ആഡ് ഓൺ ചെയ്തത്. അപ്പൊ ഇ ബൈ എം റേഷ്യോ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, വിട്ട് കളയരുത് കേട്ടോ. ഓക്കെ അല്ലേ? പറ്റുമെങ്കിൽ ഇതിന്റെ വാല്യൂ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. എങ്ങാനും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് സാറ് പറഞ്ഞത് കേട്ടോ. 1.75 എന്ന ആ ഒരു വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? അപ്പൊ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇ ബൈ എം റേഷ്യോ എന്ന് പറയുന്ന ഈ സാധനം പഠിക്കുന്ന നേരത്ത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചോളണം? അതിന്റെ കാഥോഡ് റേസിന്റെ കാര്യങ്ങൾ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ ഈ പറയുന്ന കാഥോഡ് റേസ് ശരിക്കും പറഞ്ഞാൽ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഗ്യാസ് ഇൻ ദ ട്യൂബ്. ആ ട്യൂബിലുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ഒപ്പം ഒന്ന് പോയിക്കൊള്ളണം കേട്ടോ. നമുക്ക് ഇത് മാത്രം ചോദിക്കുന്നല്ല സാറ് പറയുന്നത്, ഇത് ഒരെണ്ണം പഠിക്കുമ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവണം. സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. അപ്പൊ കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനോട് സാറ് പോവാണ്. നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫിൽ അപ്പ് സ്യൂട്ടബിളി. ഇതേ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ജെ തോംസൺ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പഠിച്ചായിരുന്നു ഇലക്ട്രോൺ ആണ് അല്ലെ? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ആരാണ് കണ്ടുപിടിച്ചത്? ജെ തോംസൺ. അപ്പൊ ഇത് സാധാരണഗതിയിൽ ചോദിച്ചു വരുന്നതാണ് കേട്ടോ. ഇത് ഈ ചാപ്റ്ററിലും ഇതേപോലെ ഒരു ഫില്ലപ്പ് ആൻസർ ഉണ്ടാവുമായിരിക്കാം. അതേപോലെ നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലും ഇതേ കണക്കിന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി, ഈ പറയുന്ന ന്യൂട്രോൺ എന്ന് പറയുന്നത് റിലേഷൻ അപ്പൊ നോക്കുക. ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ ജെ തോംസൺ. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ ആര്? ഇപ്പൊ തന്നെ ആൻസർ കിട്ടിക്കാണല്ലോ. എന്തായാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിക്കാണണം. എന്താണ് അതിന്റെ ആൻസർ? ഓക്കെ അല്ലേ? കുറച്ച് പേരുകളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുള്ളൂ. വില്യം ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബിന്റെ, യുഗൻ ഗോൾസ്റ്റ്യൻ, അതേപോലെ തന്നെ ജെ തോംസൺ, അതേപോലെ തന്നെ റോബർട്ട് മില്ലിക്കൺ പിന്നെ കേട്ട് കാണാൻ വളരെ കുറവായിരിക്കും അല്ലെ? അതേപോലെ നമ്മൾ കേട്ടിരിക്കുന്ന ന്യൂട്രോൺ എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ കണ്ടുപിടിച്ച ഒരേ ഒരാളുള്ളൂ. അയാളുടെ പേരാണ് എന്ത്? ജെയിംസ് ചാഡ്വിക്. എന്താണ് അയാളുടെ പേര്? ജെയിംസ് ചാഡ്വിക് എന്നാണ് അയാളുടെ പേര്. ഓക്കെ, അപ്പൊ പേരുകൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റുദർഫോർഡ്, ബോർ മോഡൽ അല്ല, ബോർ എന്ന് പറയുന്ന പേര്, അതേപോലെ തന്നെ നമ്മളുടെ ചാഡ്വിക്, അങ്ങനെ ഇഷ്ടം പോലെ ഈ ചാപ്റ്ററിലുള്ള എല്ലാ എക്സ്പെരിമെന്റ്സും ചെയ്ത ആൾക്കാരുടെ പേര് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. മറക്കരുത് കേട്ടോ. പേര് എന്തായാലും പഠിച്ചു പോകണം. അവർ റിലേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെരിമെന്റ് ആണോ, അല്ലെങ്കിൽ ഏതാണ് അവരുടെ ആ ഒരു തിയറി എന്താണ്, പോസ്റ്റുലേറ്റ് എന്താണ്, ഇതിനോടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വേണം പോവാനായിട്ട്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാറ് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കൂടി സാറ് കാണിച്ചു തരുന്നു. ഈ പേജ് നമ്പർ 12 ഇത് കിടക്കുന്നത് കേട്ടോ. പേജ് നമ്പർ 12 ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കണ്ടോ?
ന്യൂട്രോൺ ന്യൂട്രോൺ ഈ ന്യൂട്രോണിന്റെ ഇടയിൽ കാണിക്കുന്നത് ഇയാളുടെ പേര് കണ്ടോ നോക്കിയടാ, ഇയാളുടെ പേര് കണ്ടോ നിങ്ങൾ? പേരാണ് ചാഡ്വിക് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ ജെയിംസ് ചാഡ്വിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ചാഡ്വിക്ക് എഴുതിയാൽ മതി കേട്ടോ. രണ്ടിലും പേജ് നമ്പർ 12 കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും മലയാളം മീഡിയത്തിലാണെങ്കിലും പേജ് നമ്പർ 12 കിടക്കുന്നുണ്ട്. കണ്ടുപിടിച്ച ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണെന്ന് കിടക്കുന്നുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു പൊക്കോളാം കേട്ടോ. ഇനി അവിടെ പഠിക്കുമ്പോൾ ഈ ന്യൂട്രോണിന്റെ കാര്യങ്ങളും പഠിക്കുക. അയാളുടെ ചാർജ് ഇല്ലാത്ത കാര്യങ്ങൾ, അയാളുടെ ചാർജ് ഇല്ല, ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്, ഇതൊക്കെ ഒപ്പം പഠിച്ചു പൊക്കോളണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ആണെന്ന് സാറ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കമ്മിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റിലോട്ട് സാറ് പോവാണ്. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. എ പാർട്ടിലൊക്കെ ചോദിക്കാവുന്ന അല്ലെങ്കിൽ ബി പാർട്ടിൽ തന്നെ സബ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇപ്പൊ പറയുന്നത്. ഓക്കെ, ഞാൻ അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് എക്സ്പെരിമെന്റ്. ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ആൻസർ ആണ്. റുദർഫോർഡ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. നോക്കി, ഏത് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയിലേക്ക് നയിച്ച പരീക്ഷണം ഏത്? അതായത് റുദർഫോർഡ് ആറ്റം മോഡൽ പുള്ളി ഉണ്ടാക്കി, പുള്ളിക്കാരൻ ഉണ്ടാക്കി, റുദർഫോർഡ് ആറ്റം മോഡൽ ഉണ്ടാക്കി. ഏത് എക്സ്പെരിമെന്റ് ആണ് പുള്ളിയെ ഈ പറയുന്ന റുദർഫോർഡ് ആറ്റം മോഡൽ എന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാനായിട്ട് തന്നതിന് കാരണം ഒറ്റ എക്സ്പെരിമെന്റ് ആയിരുന്നു. അതിന്റെ പേര് കിട്ടിയുണ്ടാവുമല്ലോ, ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എന്തോ ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഒറ്റ പേര് കൊണ്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ തന്നെ സാർ ഇപ്പൊ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ആൻസർ സാറ് കാണിച്ചു തരാം. ഇതേ കണക്കിനാണ് അതിന്റെ ആൻസർ വരെ. നോക്കിക്കേ, ബൈ പാസിംഗ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ തിൻ ഗോൾഡ് ഫോയിൽ. അതായത് നേർത്ത ഒരു ആൽഫ കണങ്ങളെ സ്വർണ്ണ തകിടിലൂടെ കടത്തി വിട്ടുകൊണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു സ്വർണ്ണ തകിടിലൂടെ കടത്തി വിട്ടുകൊണ്ട് അങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റ് നടന്നത്. ഇനി ഇതല്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റിയത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, സ്വർണ്ണ തകിട് പരീക്ഷണം മതി, കുഴപ്പമില്ല, ആൻസർ സെറ്റ് ആണ് കേട്ടോ. അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയെന്നുള്ളൂ. അങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. അപ്പോ റുദർഫോർഡിനെ കണക്ട് ചെയ്യാൻ ഒരു സാധനം കിട്ടി, ഏതാണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഇതേപോലെ ആ സമയത്ത് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, റുദർഫോർഡിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു സാധനമുണ്ട്, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സൗരയൂഥ മാതൃക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് പഴയ സിലബസിലും ഉണ്ടായിരുന്നു. അതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇതാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഒന്നില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുന്നത് വളരെ കുറവാണ്. റുദർഫോർഡിന്റെ മറ്റൊരു ആറ്റം മോഡലിന്റെ മറ്റൊരു പേരാണ് ചോദിക്കുന്നത്, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. സെറ്റ് അല്ലടാ? അതേ കിടക്കുന്ന പേജ് നമ്പർ സാറ് കാണിച്ചു തരാം കേട്ടോ. അതേ ടെക്സ്റ്റ് ബുക്കില് ഇപ്പൊ നമ്മൾ കണ്ടില്ലടാ റുദർഫോർഡിന്റെ എന്തിട്ടാണ് പേര്, മറ്റേ എന്തിട്ടാണ് ഇതിവിടെ കിടക്കുന്നുണ്ട്. ഈ പറയുന്ന പേജില് 12ാമത്തെ പേജിന് തൊട്ട് മുന്നത്തുള്ള പേജിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, 11th പേജിൽ ഓൾറെഡി കിടക്കുന്നതാണ്. വേറെ ഒന്നുമില്ല. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തിട്ടാണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ആ ഹെഡിങ് ഒന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും അതിലില്ല കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ ആണ് സാർ വിചാരിക്കുന്നു. അതാണ് നമ്മളുടെ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ എന്താണ്? ബൈ പാസിംഗ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ ദ തിൻ ഗോൾഡ് ഫോയിൽ. ആൽഫ കണങ്ങളെ ചെറിയ, അതായത് വളരെ ചെറുതല്ല, നേർത്ത, അതായത് അത്രയും കട്ടിയില്ലാത്ത സ്വർണ്ണ തകിടിലൂടെ കടത്തിവിടുക. ഇതാണ് പുള്ളി ചെയ്തത്. പേരപ്പ പഠിച്ചു വെക്കുക, ഗോൾഡ് ഫോയിൽ എക്സ്പീരിയൻസ്. സിമ്പിൾ പരിപാടി അല്ലേ? ഭയങ്കര എളുപ്പല്ലേ? ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പോ കമ്മിങ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യനോട് സാറ് പോവാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇൻ ദ ആറ്റം? ആറ്റത്തിലെ സബ് അറ്റോമിക് കണങ്ങൾ ഏതൊക്കെയാണ്? വേർ ആർ ദേ ലൊക്കേറ്റഡ് ഇൻ ആൻ ആറ്റം? ഒരു ആറ്റത്തിൽ അവ എവിടെയൊക്കെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ സബ് അറ്റോമിക് എന്നുള്ള വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല കേട്ടോ. അപ്പോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ജെ തോംസന്റെ എന്തിട്ടാണ് മറ്റേ ഇ/എം റേഷ്യോ കാണിച്ച ആ പേജിന്റെ താഴെ, അതായത് ആ പറയുന്ന ഇ/എം റേഷ്യോ കഴിഞ്ഞു വരുന്ന ലൈൻസിൽ ഉള്ളതാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്നുള്ള ഒരു സാധനം കേട്ടോ. ഈ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ്, ഷോർട്ടാക്കി വിളിക്കുന്ന പേരാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് അറ്റോമിക് കണങ്ങൾ എന്ന് പറയുന്നത്. അവ ആരൊക്കെയാണെന്നാണ് ചോദ്യം. അതൊരു ചിലപ്പോൾ ഒരു 2 മാർക്സ് ക്വസ്റ്റൻ ആയിരിക്കാം. അവർ ആരൊക്കെയാണെന്നാണ് ചോദ്യം. അതേപോലെ എവിടെയൊക്കെയാണ് കണ്ടെത്തുന്നത്, അവിടെ എവിടെയൊക്കെയാണ് കാണപ്പെടുക, അതായത് ആറ്റത്തിന്റെ ഉള്ളിലാണെന്ന് അറിയാം, പക്ഷെ അതിനൊക്കെ കൃത്യമായിട്ട് ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ്, പൊസിഷൻ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ഇപ്പൊ ഫസ്റ്റത്തെ ആ പറയുന്ന ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെയാണ് ഏതൊക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഒരു ആറ്റത്തിലുള്ളത്? സാറ് കാണിച്ചു തരാം. ഏതൊക്കെയാണ് അതിന്റെ ആൻസർ? എന്താണ് നോക്കി, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അല്ലെ, ഇത് 3 ആൾക്കാരുള്ള അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ പറയുന്ന ആറ്റത്തിനുള്ളിലെ വളരെ ചെറിയ സബ് അറ്റോമിക് പാർട്ടിക്കിൾ, വളരെ ചെറിയ സബ് അറ്റോമിക് കണങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? കഴിഞ്ഞില്ല, അവിടെ മറ്റൊരു ചോദ്യം കൂടി കിടക്കണ്ട അല്ലേ? എന്താണ് ആ ചോദ്യം? വെർ ആർ ദേ ലൊക്കേറ്റഡ് ഇൻ ആൻ ആറ്റം? ആറ്റത്തിൽ അവർ എവിടേക്കാണ് കാണപ്പെടുക എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ? എവിടേക്കാണ് അവർ കാണപ്പെടുക? അതൊരു ബോക്സിലാക്കിയിട്ട് ബോർ മോഡൽ കൺസെപ്റ്റിന്റെ കാര്യങ്ങൾ പറയുന്ന, ബോർ മോഡൽ പോസ്റ്റുലേറ്റ് പറയുന്ന കഴിഞ്ഞ ഒരു ബോക്സിലാക്കി കൃത്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ അത് ഫിൽ ചെയ്ത് കാണണം. ഓക്കെ, നമ്മുടെ വിന്നേഴ്സിന്റെ കുട്ടികൾക്ക് ഓൾറെഡി മെറ്റീരിയൽ അത് കൊടുത്തിട്ടുണ്ടാവും.
അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. ഇലക്ട്രോൺ എവിടെ, പ്രോട്ടോൺ എവിടെ, ന്യൂട്രോൺ എവിടെ എന്നൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമാണെന്ന് എഴുതി വെക്കരുത്. ചില ടീച്ചേഴ്സ് ചിലപ്പോൾ മാർക്ക് തന്നെന്ന് വരില്ല. ഓർബിറ്റ് എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഓക്കെ അല്ലേ. അപ്പൊ ഇലക്ട്രോൺ കാണപ്പെടുന്ന എവിടെയാണ്? ഓർബിറ്റ്. ഓക്കെ ആണല്ലോ. സംഭവം റിവോൾവിംഗ് അറൌണ്ട് ന്യൂക്ലിയസ് എന്നാണ്. അപ്പൊ നമുക്ക് ന്യൂക്ലിയസിന് പുറത്ത്, ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഓർബിറ്റ് എന്ന് എഴുതുന്നതാണ് കേട്ടോ. മലയാളത്തിലും അത് തന്നെയാണ്. അതേപോലെ ഇനി ബാക്കി രണ്ടാൾക്കാരുണ്ടല്ലോ, ഈ രണ്ട് ചേട്ടന്മാരിരിക്കുന്ന ഒറ്റൊരു സ്ഥലത്താണ്. എവിടെയാണ് ഇരിക്കുന്നത്? പ്രോട്ടോൺ ആണെങ്കിലും അതേപോലെ ന്യൂട്രോൺ ആണെങ്കിലും ഇത് രണ്ടും ഇരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് പൊസിഷൻ എവിടെയൊക്കെയാണ്? ഇലക്ട്രോണിന്റെ ഓർബിറ്റിൽ. ബാക്കി രണ്ടുപേരും എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ റുദർഫോർഡ് പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ദ സെന്റർ ആൻഡ് ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് സെന്റർ ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയസ്. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. ഐഡിയ മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. സാർ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അതിന്റെ സ്ഥലം, കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു പോകണം. ഇനി ഇതിന്റെ ഒപ്പം ആ ബോക്സിൽ വേറൊരാൾ കൂടി വേണേൽ കിടക്കണ്ടോ? അതാണ് ഇത് ഡിസ്കവേർഡ് ചെയ്ത ആൾക്കാരുടെ പേര് അല്ലെ. നമ്മുടെ മെറ്റീരിയൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സാറ്. കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് ഇത് ഡിസ്കവർ ചെയ്തത്. അപ്പൊ ഒന്നും കൂടി നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചാര്, പ്രോട്ടോൺ കണ്ടുപിടിച്ചാര്, ന്യൂട്രോൺ കണ്ടുപിടിച്ചതാര്, കൃത്യമായിട്ട് അപ്പൊ കിട്ടി. ഓക്കെ അല്ലേടാ. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് പോകണം. ഇപ്പൊ കുറെ പേർക്ക് സാർ ഈ ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് ആൻസർ കിട്ടുന്നുണ്ടാവും കേട്ടോ. അവരൊക്കെ മിടുക്കന്മാരാണ്. ബാക്കിയുള്ളവരും മിടുക്കന്മാരല്ലെന്നല്ല സാറ് പറയണേ. അവർ പഠിച്ചപ്പോൾ ചിലപ്പോൾ പാറ്റേൺ ഒന്ന് മാറിപ്പോകണം. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോ കമ്മിങ് ടു ദ 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യനിലോട് സാറ് പോവാണ്. അതിന് മുമ്പേ സാറേ ഇവിടെ ഇത് കാണിച്ചു തരാം. ഈ ബോക്സ് ആണ് സാറ് പറഞ്ഞത് കേട്ടോ. പേജ് നമ്പർ 13 ഈ ബോക്സ് ആണ്. രണ്ടിലും എന്താണ് 13 എന്ന് പറയുന്ന ബോക്സിൽ കിടക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിലൊക്കെ അത് ഫില്ല് ചെയ്ത് കാണും. നമ്മുടെ വിന്നേഴ്സിലെ മെറ്റീരിയൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. സാറ് ഫില്ല് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? പേജ് നമ്പർ 13 കേട്ടോ. സെറ്റ് അല്ലേ? രണ്ടിലാണ് കേട്ടോ. മലയാളം മീഡിയത്തിലാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും ലാസ്റ്റ് കാണുന്ന ബോക്സ് ആണ് പറയുന്നത്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് സാറ് പോവാണ്. നോക്കിക്കേ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പറയുന്ന ക്വസ്റ്റ്യൻ നാളെ പല രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഇയാളുടെ തന്നെ ഈ പറയുന്ന സാധനത്തിന് ചോദിക്കണമെന്നില്ല. പല രീതിയിൽ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് കാഥോഡ് റേസിനെ പറ്റിയുള്ള ഒരു കഥയാണ് പറയുന്നത്. നോക്കിക്കേ. ഇഫ് എ സ്മോൾ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദ കാഥോഡ് റേസ്. കാഥോഡ് റേസിന്റെ ഒരു പാത്തിൽ അത് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള കഥയൊക്കെ നമുക്കറിയാം അല്ലെ. അത് നേർരേഖയിലാണ് പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ ആ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന ആളുടെ സെന്ററിൽ, അതായത് പോകുന്ന വഴി തന്നെ നമ്മൾ ഒരു പാഡിൽ വീൽ, പാഡിൽ വീൽ ഈ പറയുന്ന കറങ്ങുന്ന ചക്രം പോലുള്ള സാധനം നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കറങ്ങും, റൊട്ടേറ്റ്സ്. അതിന് കാരണം എന്ത്? ഫ്രം ദിസ് വൺ we can understand that the cathode rays have ഡാഷ്. ഇതിൽ നിന്ന് കാഥോഡ് റേസിന് എന്ത് ഡാഷ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്ത് സാധനം, അയാൾക്ക് എന്തുണ്ട്, അതുള്ള പ്രോപ്പർട്ടിയാണ് പറയുന്നത് അല്ലെ. കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ 4 പോയിന്റിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പോയിന്റ് ആണ് പാഡിൽ വീല് വെച്ച് കഴിഞ്ഞപ്പോ അത് കറങ്ങാൻ തുടങ്ങി. അതിന് കാരണം അതിനെന്തുണ്ട്? കൃത്യമായിട്ട് ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ തന്നെ ആൻസർ ഒന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഡയറക്ട്ലി നോക്കിയേ. ഡയറക്ട്ലി സാറ് നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമെന്ന് പറഞ്ഞു ചോദിച്ചില്ല. ആ ക്യാരക്ടറിസ്റ്റിക്സിനെ വെച്ചിട്ട് വേറൊരു ടൈപ്പ് ഒരു ചോദ്യമാണ് വന്നത് ഇൻഡയറക്ട്ലി. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ പഠിക്കുമ്പോൾ ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്ന് പ്രതീക്ഷിച്ച് വേണം പഠിക്കാനായിട്ട്. സെറ്റ് അല്ലടാ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സിമ്പിൾ ആയിട്ട് കിട്ടിക്കാണല്ലോ. ഇത് കറങ്ങാൻ കാരണം ഏതൊരു സാധനത്തിന് ഇപ്പം ഒരു കാറ്റാടി നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഓടിയാൽ മാത്രമേ അത് കറങ്ങുള്ളൂ, അല്ലെങ്കിൽ കാറ്റ് ഇവിടെ വന്ന് അടിച്ചാൽ മാത്രമേ അത് കറങ്ങുള്ളൂ. കാരണം അതിനെ കറക്കാനായിട്ട് എന്ത് വേണം? മാസ് ഉള്ള ഒരു സാധനം വേണം. ബിക്കോസ് എന്താണ്? ഇതിനെ കറക്കണതിന് അതിനേക്കാളും ശക്തിയുള്ള ഒരാൾ വേണം അല്ലെ. ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്? കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അതാണ് അതിന്റെ ആൻസർ. കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. സെറ്റ് അല്ലേടാ? അപ്പൊ സാറിത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, ഇത് വെച്ചിട്ട് മറ്റേ സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിൽ ചോദിക്കാം. ഒപ്പേക്ക് ഒബ്ജക്റ്റ് വിത്ത് ഷാഡോ ക്രിയേറ്റ് എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജിനെ ചോദിക്കാം, മാഗ്നറ്റിക് ഫീൽഡിനെ ചോദിക്കാം. അപ്പൊ പല രീതിയിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ തന്നെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ പേജ് നമ്പർ സാറ് പറയാണ്. നേരത്തെ നമ്മൾ ജെ തോമസിന്റെ ഇത് കാണിച്ചതിന്റെ തൊട്ട് മുന്നത്തെ പേജ് നമ്പറാണ്. പേജ് നമ്പർ 9 ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും മലയാളം മീഡിയത്തിലാണെങ്കിലും പേജ് നമ്പർ 9 കിടക്കുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നോക്കിയടാ, ഈ സെക്കൻഡ് പോയിന്റ് ഇതാണ് പാഡിൽ വീലിന്റെ കാര്യം പറയുന്നത് കേട്ടോ. മലയാളം മീഡിയത്തിലും അത് തന്നെ സെക്കൻഡ് പോയിന്റ് ആണ്. ആ ഫിഗർ ഒക്കെ ഒന്ന് മനസ്സിലോട്ട് വെക്കുക. ഇനി എന്തോ നിങ്ങളുടെ ഭാഗ്യം വെച്ചാൽ നിങ്ങൾ പുതിയ സിലബസ് ആണ്. അപ്പൊ ചിലപ്പോൾ ഫിഗർ ഒക്കെ തന്നിട്ടായിരിക്കും ചോദിക്കണം. അപ്പൊ ചിലപ്പോൾ ഇതെന്ത് സാധനമാണോ ദൈവമേ ഈ നടുക്കി വെച്ചിരിക്കുന്ന ആലോചിക്കരുത് കേട്ടോ. പാഡിൽ വീലാണെന്ന് മനസ്സിലാക്കണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ?
അപ്പോൾ കമ്മിങ് ടു ദ 7th ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് സാർ പോവാണ് കേട്ടോ. 7th ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ വെരി 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 ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. സാർ ഇത് ഇമ്പോർട്ടന്റ് എന്നല്ല പറയുന്നത്, ഇതിന്റെ സെക്ഷൻ, ഐസോടോപ്പിന്റെ സെക്ഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. മിക്കപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്നതാണ്. ഫസ്റ്റ് ടേമിലാണെങ്കിലും ആനുവൽ എക്സാമിനാണെങ്കിലും ഒക്കെ സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഐസോടോപ്പിന്റെ കാര്യങ്ങൾ. കാരണം അതിൽ നിന്ന് വിട്ട് കളയാൻ പറ്റില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാർ ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞോ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയുള്ള മറ്റൊരു സാധനമാണ് ഐസോടോപ്പിന്റെ സെക്ഷൻ. ചോദ്യം ഇത്രേ ഉള്ളൂ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഐസോടോപ്സ് യൂസ്ഡ് ഇൻ ദ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഏതായിരിക്കും ക്യാൻസർ ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്നത്? പകുതി പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവണമെന്ന് സാർ അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഐസോടോപ്പിന്റെ ഭാഗം ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. പക്ഷെ ഒരു കാര്യം പറയാം സാറ്, ഐസോടോപ്പ് വിട്ട് കളയരുത്. അതിൽ നിന്നാണ് സാധാരണഗതിയിൽ എപ്പോഴും ചോദ്യം വരിക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കപ്പോഴും വരുന്ന അവിടെ നിന്നാണ്. അതേപോലെ ലാസ്റ്റ് ഭാഗത്തൊക്കെ ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ തന്നിട്ട് ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന, ഇത് ഈ പറയുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ചെയ്ത് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഒരേ ഒരു ഐസോടോപ്പേ നമുക്കറിയുള്ളൂ. ആ ബോക്സ് ഒക്കെ കൃത്യമായിട്ട്, അവിടെ ഒരു ബോക്സ് ഒക്കെ കിടക്കുന്നുണ്ട് അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കിട്ടും. വിന്നേഴ്സിൽ നമ്മൾ മെറ്റീരിയൽ കൃത്യമായിട്ട് ഒരു ബോക്സിൽ വേറെ എല്ലാ സാധനങ്ങളോട് ഷോർട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടാവണം സാറ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഇത് ഇത്രയേ ഉള്ളൂ. ഏതാണ്? ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ് സാധാരണ വരിക? കൊബാൾട്ട് 60. ഇതാണ് അവിടുത്തെ ഏത് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന നമ്മളുടെ ഐസോടോപ്പ് എന്ന് പറയുന്നത് കൊബാൾട്ട് 60 ആണ്. സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാറ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പേജ് നമ്പർ സാർ ഒന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പേജ് നമ്പർ 19 ആണ് കേട്ടോ. പേജ് നമ്പർ 19 കിടക്കുന്നുണ്ട്. ഈ സെക്ഷൻ മൊത്തമാണ് കേട്ടോ. ഈ സെക്ഷൻ മൊത്തം ഐസോടോപ്പ് ആണ്. അതിൽ ഈ ബോക്സിൽ കിടക്കുന്നുണ്ട് കൊബാൾട്ട് 60 എന്ന് പറഞ്ഞിട്ട് ഈ ബോക്സിൽ കിടക്കുന്നുണ്ട് കണ്ടോ. ക്യാൻസർ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലേ ഒരു കാര്യം സാർ പറഞ്ഞു തരാം. ആ ബോക്സ് മാത്രം പഠിച്ചുകൊണ്ട് പോരുത്. ഈ പറയുന്ന ലൈൻസിന്റെ ഇടയിലേ, ഇതിന്റെ ഇടയിൽ നമ്മളുടെ ഡിറ്റീരിയം പോലുള്ള ആൾക്കാരുടെയും അതേപോലെ കാർബണിന്റെ ഒരു 3 ഐസോടോപ്പിന്റെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു പോകണം. വിന്നേഴ്സിൽ നമ്മൾ കൊടുത്ത മെറ്റീരിയൽ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്റെ മക്കൾ കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുണ്ടാവണം. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കണം കേട്ടോ. ഇതില് ഈ ബോക്സ് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കരുത്. ബോക്സ് മാത്രമല്ല, കൂടെ വേറെ ഉണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെന്ന് സാർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് സാറ് പോവാണ്. സാർ ഒന്ന് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സാറ് പോവാണ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മളെ പീരിയോഡിക് ടേബിളിലും അതേപോലെ തന്നെ നമ്മളുടെ ഈ ചാപ്റ്ററിലും സ്ഥിരമായി ചോദിച്ച് കണ്ടുവരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. നേരത്തെ നിങ്ങൾ ജെ തോമസ് കണ്ടുപിടിച്ചത് എന്ത് എന്ന് പറഞ്ഞു ചോദിച്ചു. മറ്റേ ഫില്ലപ്പ് സ്യൂട്ടബിളി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ മറ്റേ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ E/M റേഷ്യോ കണ്ടെത്തിയത് ആരെന്ന് പറഞ്ഞ് ജെ തോമസിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂട്രോൺ കണ്ടെത്തിയത് ആര്? ജെയിംസ് ഷാഡ്വിക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതല്ലാതെ വേറൊരു ടൈപ്പാണ് സാറ് പറയുന്നത്. ഇത് കണ്ടുവരുന്നൊരു ടൈപ്പാണ് കേട്ടോ. അതായത് മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് ഇപ്പുറത്ത് കുറച്ച് പേരെ തന്നിട്ടുണ്ട്, അതിനൊപ്പം ഈ പറയുന്ന 2 ബോക്സും കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാച്ച് ചെയ്യുക എന്നുള്ളത്. ആരൊക്കെയാണ്? ജെ തോംസൺ ഉണ്ട്, നീൽസ് ബോർ ഉണ്ട്, ജെയിംസ് ഷാഡ്വിക് ഉണ്ട് അല്ലെ. ഈ പറയുന്ന 3 പേരെ വെച്ചിട്ട് ഏതൊക്കെ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഓർബിറ്റ്. ശ്രദ്ധിക്കണം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഓർബിറ്റ്. മലയാളത്തിലും അത് തന്നെ. അപ്പോൾ ഈ പറയുന്ന 3 ആൾക്കാരെയും ഫില്ല് ചെയ്യുക, മീൻസ് കണക്ട് ചെയ്യുക എന്നുള്ളത്, മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതേപോലെ തന്നെ നോക്കി അതിന്റെ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്ലം പൊടി, റുദർഫോർഡ് വന്നിട്ടുണ്ട്. റുദർഫോർഡിന്റെ ഇലക്ട്രോൺ എന്നല്ല, റുദർഫോർഡ്, ജെ തോംസൺ, നീൽസ് ബോർ, ജെയിംസ് ഷാഡ്വിക്, 4 പേര് കേട്ടോ. അതേപോലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഓർബിറ്റ്, 4 പേര്. ആൻഡ് ഇവിടെ 5 പേരെ തന്നിട്ടുണ്ട്. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം, പ്ലം പുഡിംഗ് മാതൃക, അതേപോലെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, സ്വർണ്ണ തകിട് പരീക്ഷണം, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ബോർ ആറ്റം മോഡൽ, ന്യൂട്രൽ പാർട്ടിക്കിൾ. അപ്പോ ഈ പറയുന്ന ആദ്യത്തെ 4 വെച്ചിട്ട് ബാക്കി 2 ബോക്സും ഫില്ല് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കുറച്ച് പേര് ഫില്ല് ചെയ്ത് ഇപ്പൊ തീർന്നിട്ടുണ്ടാവുമെന്ന് സാറ് വിചാരിക്കുന്നു. മനസ്സിലിട്ടാ നിങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ടാവില്ല എന്ന് സാറിന് അറിയാം. ഓൾറെഡി നിങ്ങൾ വാ കൊണ്ട് പറയാ. ഈ ഞാൻ ആദ്യത്തെ സാറ് പറയണം റുദർഫോർഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണുള്ളത് നോക്കി. ആരാണ് റുദർഫോർഡിന്റെ ആള്? നോക്കി ആലോചിച്ച് നോക്കി. സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ, റുദർഫോർഡ് പേരിട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദേ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ, പ്രോട്ടോൺ ആണ് കേട്ടോ. പ്രോട്ടോൺ ആണ് ശരിക്കും പറഞ്ഞാൽ റുദർഫോർഡിന് വരിക. ഇനി പ്രോട്ടോണിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു സാധനം നേരത്തെ നിങ്ങൾ പഠിച്ചു. ഏത് എക്സ്പെരിമെന്റ് ആണ് റുദർഫോർഡ് ചെയ്തത്? റുദർഫോർഡ് ചെയ്ത എക്സ്പെരിമെന്റ് പേര് ഓർമ്മയുണ്ടോ? എന്തോ ഒരു ഫോയിൽ ആയിരുന്നല്ലോ. അപ്പൊ അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഏത് ഫോയിലാണത്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. കണക്ട് ആയല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി അതേപോലെ രണ്ടാമത്തെ ആൾ എടുക്കുകയാണ് സാർ ജെ തോംസൺ.
ജെ തോംസൺ എടുത്താൽ നമ്മളിപ്പോ ഒരു 5 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ജെ തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ ആണ് കണ്ടുപിടിച്ചത്. ആരാണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ ആണ് കണ്ടുപിടിച്ചത് അല്ലെ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളാണ് ശരിക്കും പറഞ്ഞാൽ ആര്? ജെ തോംസൺ. അങ്ങനെയാണെങ്കിൽ അത് ഏത് എക്സ്പെരിമെന്റ് വഴിയായിട്ടാണ്? ഇവിടെ വേറെ ഏതെങ്കിലും എക്സ്പെരിമെന്റ് പറയണ്ട. പുള്ളിനെ കണക്ട് ചെയ്യുന്ന, ജെ തോംസനെ കണക്ട് ചെയ്യുന്ന ഈ സാധനത്തിൽ ഏതാണ്? ഇനി ഗോൾഡ് ഫോയിൽ പോയി ബാക്കി 4 ഏതാണ് നോക്കി, ഏതായിരിക്കും? പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം പഠിച്ചിട്ടില്ലേ? ആറ്റം ഈസ് എ സ്ഫെറിക്കൽ പോസിറ്റീവ് ചാർജഡ് ആയിട്ട് സ്ഫിയർ ആണ്. അതിൽ മറ്റേ ഇലക്ട്രോൺസിനെ എംബഡഡ് ചെയ്തിരിക്കുന്നു. ആസ് എ പ്ലംസ് ഇൻ പുഡിങ്ങിൽ പ്ലം ഉള്ളത് പോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ജെ തോംസൺ എന്ന് പറഞ്ഞാൽ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. അപ്പൊ 2 കിട്ടി. ഇനി അടുത്തതിലോട്ട് പോകാൻ നോക്കി. നീൽസ് ബോർ നോക്കി. അടുത്തേതാണ്? നീൽസ് ബോർ ആണ് പറയുന്നത്. നീൽസ് ബോർ എന്ന് പറയുന്നത് ഈ ന്യൂട്രോണിലും ഓർബിറ്റിലും ആരായിരിക്കും നീൽസ് ബോറിനെ കണക്ട് ചെയ്യുക? ഉറപ്പല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചതിലൂടെ ഏതാണ് കണക്ട് ചെയ്യുക? ഓർബിറ്റ് ആണ് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മലയാളത്തിലും അത് തന്നെയാണ് കേട്ടോ. അതാണ് സാർ മലയാളം എഴുതാതെ. മലയാളത്തിലും അത് തന്നെ ഓർബിറ്റ്. ഇനി ഈ പറഞ്ഞ നീൽസ് ബോറിന്റെ പേര് തന്നെ ഇവിടെ കിടക്കണ്ടല്ലോ. ബോർ ആറ്റം മോഡൽ അല്ല ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ഉണ്ടോ? അപ്പൊ അതും കണക്ട് ആയി. അപ്പൊ എത്രണ്ണായി? 1, 2, 3 അപ്പൊ ലാസ്റ്റത്തെ ആളെ നമുക്ക് നോക്കാം. ലാസ്റ്റത്തെ ആള് ജെയിംസ് ചാഡ്വിക്ക്. ഇനി ഇവിടെ കോമൺ ആയിട്ട് കിടക്കുന്ന ആരാണ്? ന്യൂട്രോൺ മാത്രമേ ഉള്ളൂ. ന്യൂട്രോൺ ആയിരിക്കും. അപ്പൊ ന്യൂട്രോണിനെ കണക്ട് ചെയ്യുന്ന ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ആരാണ് നോക്കിക്കേ. ഇനി ബാക്കിയുള്ള ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റും ന്യൂട്രൽ പാർട്ടിക്കിൾ ആണ്. ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഈ ന്യൂട്രോണിനെ കണക്ട് ചെയ്യുന്ന ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഏതിവിടെ? ന്യൂട്രൽ പാർട്ടിക്കിൾ. സെറ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അതാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് മാച്ച് ദ ഫോളോയിങ് സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആണ് കേട്ടോ. അതേപോലെ സാർ ഇത് കൃത്യമായിട്ട് അതിന്റെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ജെ തോംസൺ ഇലക്ട്രോൺ, റുദർഫോർഡ് പ്രോട്ടോൺ ആണ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ജെ തോംസൺ ഇലക്ട്രോൺ ആണ്, പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. നീൽസ് ബോർ ഓർബിറ്റ് ആണ്, ബോർ മോഡൽ ഓഫ് ആറ്റം. അതേപോലെ ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ ആണ്, ന്യൂട്രൽ പാർട്ടിക്കിൾ. ഓക്കെ അല്ലേ? ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 പേരുടെ കിട്ടിയിട്ടുണ്ടാവും. ഈ ജെ തോംസൺ വരുമ്പോൾ, ജെയിംസ് ചാഡ്വിക്ക് വരുമ്പോഴായിരിക്കും ചിലവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരിക. ബാക്കി 3 ആൾക്കാരും സുഖമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അതിനർത്ഥം ഇനി കിട്ടണില്ല എന്നതിന്റെ അർത്ഥം നിങ്ങൾ അത് കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ട് പഠിക്കേണ്ടിയിരുന്നു. അത് തന്നെ. ഇനിയിപ്പോ ടൈമില്ല അല്ലെ? അപ്പൊ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ, സമയം കിട്ടുവാണെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പൊ ഈ മറ്റേ മാച്ച് ദ ഫോളോയിങ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നണം നമ്മുടെ ലെറ്റസിൽ ഉണ്ടെന്ന് തോന്നും. ലെറ്റസിൽ ഉണ്ടെന്നാണ് സാറിന് തോന്നുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ അല്ലേ? ഒന്ന് പഠിച്ച് മീൻസ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലേ കാണാപ്പാടം പഠിക്കുന്നല്ല, അതിന്റെ ജോലി അതല്ല. നമ്മളെ പാറ്റേൺ പഠിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചു വേണ്ടാവും. നമ്മൾ അതിന്റെ പാറ്റേൺ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ഓക്കെ, സെറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സാർ പോവാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ. ഇവിടെ തൊട്ട് ഇനി 1 വേർഡ് അല്ല, നമ്മൾ പാർട്ട് ബിയിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സാറ് പറയുന്നത്. നോക്കിക്കേ. അറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് 17 ആൻഡ് മാസ് നമ്പർ ഈസ് 35. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 17ഉം മാസ് നമ്പർ 35 ആണ്. ആളെ കിട്ടിയിട്ടുണ്ടാവും. ക്ലോറിൻ ആണ് ആള്. എടാ പേരൊന്നും പഠിക്കണ്ട നിങ്ങൾ. ക്ലോറിൻ ആണ് ആള്. അത്ര ഒന്ന് ആലോചിച്ചിരിക്കുക. ക്ലോറിൻ ഒരുപാട് കേട്ട് കാണുമല്ലോ. 17 ആണ് ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. പേരൊന്നും കൊടുത്തിട്ടില്ല. 17 എന്ന് പറയുന്ന ഒരു അറ്റോമിക് നമ്പർ ഉള്ള ഒരാൾ. അതിന്റെ മാസ് നമ്പർ 35 ആണ്. 35 ആണ് അതിന്റെ മാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്ക് ആരെ മതി? മാസ് നമ്പർ വേണോ? വേണ്ട. നമുക്ക് ആര് മാത്രം മതി? അറ്റോമിക് നമ്പർ മാത്രം മതി. താഴെ എഴുതുന്ന നമ്പർ ഏതാണ്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് വരണം കേട്ടാ. മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തന്നെ എഴുതി പോവാ. സാർ പറഞ്ഞൊരു ബുക്ക് എടുത്ത് വെച്ചേക്കാൻ. അപ്പൊ തന്നെ എഴുതി പോവാ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 17 എന്ന് പറയുമ്പോൾ എത്ര വരും? 2, അപ്പൊ തന്നെ എഴുതി പോവാ. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം കയറാൻ പറ്റുന്നത് 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ മാക്സിമം കയറാൻ പറ്റുന്നത് 18 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ 17 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ പ്രകാരം എത്ര ആയിരിക്കൂടാ? ഒന്ന് എഴുതി നോക്കിക്കേ. എത്ര വരും? ദേ ആൻസർ ഇത്ര ഉള്ളൂ. 2,8,7 ആണ് വരിക. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അതൊരു 15 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 2,8,5. ഒരു 18 ആണെങ്കിൽ എന്ത് വരും? 2,8,8. ഇനി ഒരു 11 ആണെങ്കിലോ 2,8,1. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. കുറച്ചധികം എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തില്ലെങ്കിൽ 3 ചാപ്റ്ററിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ 3 ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ലാണ്ട് 2nd ചാപ്റ്ററിലും 3rd ചാപ്റ്ററിലും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പിന്നെയുണ്ട്. ഇവിടെയും പക്ഷേ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തതിൽ വരാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിലും ശരിക്കും പറഞ്ഞ പടമൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺഫിഗറേഷൻ എഴുതാൻ അറിയാൻ പാടില്ലെങ്കിൽ പോയി. അപ്പൊ അതുകൊണ്ട്
മിടുക്കന്മാരായിട്ട് ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ. ഭയങ്കര സിമ്പിൾ അല്ലേ, വലിയ പാടൊന്നും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേജ് നമ്പർ സാറൊന്ന് കാണിച്ചു തരാം. ഈ പറയുന്ന ഒരു ബോക്സ് ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ മൊത്തം കാണുന്ന ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ KLM എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല. KLM എന്നുള്ളത് നമ്മുടെ ഒരു ഐഡിയയിൽ കൊണ്ടുവരാം. ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഇനി N ഉണ്ട്, അത് ഫോർത്ത് ഷെല്ല്. ഓക്കെ, അപ്പൊ അതിലോട്ട് വരുന്നില്ല. 3 ഷെല്ലുള്ളൂ. 3 ഷെല്ല് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തേ. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിലൊക്കെ ട്രൈ ഔട്ട് ചെയ്തൊക്കെ അവിടെ കിടക്കണ്ടാവും. അപ്പൊ അതൊന്ന് പൊടി തട്ടി എടുത്താൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി അതില് നമുക്കൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് പടം വരയ്ക്കാൻ പറയും. ഏത് പടം? ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പടം ഡ്രോ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ആ കോൺഫിഗറേഷൻ തന്നിട്ട് അതിന്റെ അറ്റോമിക് നമ്പറോ ഇലക്ട്രോൺ എണ്ണമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അതിന്റെ ബി ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന്റെ ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക. വേറൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ് അല്ലെ. ആദ്യം തന്നെ എന്ത് ചെയ്യണം? നടുക്കൊരാൾ എഴുതണമല്ലോ. ആരാണ് അയാൾ? ആരാണ്? ആറ്റത്തിന്റെ സെന്ററിൽ ഇരിക്കുന്ന ആളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. സെന്ററിൽ ഇരിക്കുന്ന ആളുടെ പേരാണ് ന്യൂക്ലിയസ്. ഓക്കെ ആണല്ലോ? അവിടെ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ പ്രോട്ടോണും ന്യൂട്രോണും കൃത്യമായിട്ട് അവിടെ വരയ്ക്കണം കേട്ടോ. സാധാരണ ഇതിൽ ചിലപ്പോൾ ന്യൂക്ലിയസിന്റെ ഒരു വട്ടം മാത്രം വരച്ചിട്ട് എത്ര ഷെല്ലുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അവര്? 2,8,7 എന്നാണ്. അപ്പൊ എത്ര ഷെല്ല് എടുത്തു? 1, 2, 3. 3 ഷെല്ല് വരയ്ക്കണം. ആദ്യത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന നേരത്തെ ചിലവരൊരു കാര്യം വിട്ടുപോകും. നടുക്കി ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചേട്ടനെ മാത്രമായിട്ട് വരച്ചങ്ങ് വിട്ടുകളയും. പക്ഷേ ടീച്ചേഴ്സിന് ചിലപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പ്രോട്ടോൺ എണ്ണം, ന്യൂട്രോൺ എണ്ണം നിർബന്ധമായിട്ടും ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഇവിടെ ഓൾറെഡി അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, മാസ് നമ്പർ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ ഇസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രോട്ടോണിന്റെ എണ്ണം ഒന്ന് കുറച്ച് എഴുതി നോക്കാം. 35 - 17 അത് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? അതേപോലെ പ്രോട്ടോൺ എണ്ണം അത് തന്നെ 17 തന്നെയാണ്. ന്യൂട്രോൺ എണ്ണമാണ് 35 - 17. അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, 18 കിട്ടും. അത് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? അതിനെ 18N എന്ന് എഴുതി വെക്കാം. അപ്പൊ ന്യൂക്ലിയസ് കഴിഞ്ഞു. അതിന് ചുറ്റും ആദ്യം ആരുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. സാർ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ ഫിഗർ നോക്കിയേ. 17 പ്രോട്ടോണും 18 ന്യൂട്രോണുമാണ് ഉള്ളത് കേട്ടോ. ചുറ്റും വരയ്ക്കുന്ന സാധനമാണ് എന്ത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സാർ ഇപ്പൊ ഒരു ഭംഗിക്ക് ഒരു അറേഞ്ച്മെന്റിൽ ഒരു ഫിഗർ സെലക്ട് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ ഒരു മെനക്ക് ഇങ്ങനെ ചുറ്റുമായിട്ട് വരയ്ക്കും. അങ്ങനെ തന്നെ വരച്ചോ, കുഴപ്പമില്ല കേട്ടോ. അത് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. സാർ ഇതിലൂടെ ഫിഗർ എടുത്തപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അതേപോലെ 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ കൃത്യമായിട്ട് ഓർഡറിൽ നല്ല ഭംഗിക്ക് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും. അതേപോലെ ആദ്യത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ ഇവിടെയും ഇവിടെയുമായിട്ട് വരച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ വരച്ചു, ഒരു കുഴപ്പമില്ല കേട്ടോ. ആൻസർ കിട്ടിയാൽ മതി. ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോൾ നടുക്കത്തെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ മറക്കാതിരുന്നാൽ മതി. ഓക്കെ ആണ്? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി അതേപോലെ മറ്റൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. റൈറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ ഓഫ് ഇറ്റ്. അതായത് ഈ പറയുന്ന ആൾക്കാരുടെ, ഈ പറയുന്ന ആറ്റത്തിന്റെ 17 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള, 35 എന്ന് പറയുന്ന മാസ് നമ്പർ ഉള്ള ഈ പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം കാണുക എന്നുള്ളതാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയില്ലേടാ? ഇനി അത് കൂടുതൽ വേണോ സാർ? വേറെ പറയണ്ടല്ലോ. 18 ന്യൂട്രോൺ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. എന്ത് ചെയ്തു നിങ്ങൾ? ന്യൂട്രോൺ എണ്ണം കാണാൻ എന്താ ചെയ്യുക? മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അറ്റോമിക് നമ്പർ കുറയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പൊ 18 കിട്ടി. അതേപോലെ ഇലക്ട്രോൺ എണ്ണം എത്രയാണ്? നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും കിട്ടി. എളുപ്പമല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ആൻസർ ഇത്രേ ഉള്ളൂ. നോക്കിയേ, ഇലക്ട്രോൺ എന്ന് പറയുന്നത് 17ഉം ന്യൂട്രോൺ എന്ന് പറയുന്നത് 18ഉമാണ്. സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? ഈ ഫിഗർ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയരുത്. ആ ചാപ്റ്ററിൽ നിങ്ങൾ കാണാൻ പറ്റിയൊരു ഫിഗറാണ് ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. പേജ് നമ്പർ 70 കിടക്കുക. രണ്ടിലും പേജ് നമ്പർ 70 കിടക്കുക. മലയാളം മീഡിയത്തിലാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും കിടക്കുന്നത് പേജ് നമ്പർ 70 ആ പറയുന്ന വരയ്ക്കുന്ന ഐഡിയക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജനെയാണ് വരച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അതേപോലെ കുറച്ചിന്റെ ഒക്കെ ഉണ്ട്, വേറെ ആൾക്കാരുടെ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. അതൊക്കെ സിമ്പിൾ ആയിട്ട് മാർക്ക് അടിക്കാൻ പറ്റുന്നതാണ്. 1 മാർക്കൊക്കെ ആയിരിക്കും, 1, 2 മാർക്ക് ആയിരിക്കും ചില സമയത്ത്. 2 മാർക്ക് ചാൻസ് കുറവാണ്. സബ് ക്വസ്റ്റനിൽ വരുന്നതാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് മാർക്ക് അടിക്കാൻ. നമുക്ക് കുറെ തിയറി എഴുതണ്ട, ജസ്റ്റ് ഒരു പടം വരച്ചാൽ 1 മാർക്ക് കിട്ടുന്നു. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കേണ്ട 1 മാർക്കല്ലേ സാർ, ഇനി പോട്ടെ. 1 മാർക്ക് പോയാൽ പിന്നെ ഓരോ സ്ഥലത്ത് നിന്ന് അങ്ങനെ ഓരോ മാർക്ക് വെച്ച് പോയാൽ പിന്നെ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും, അതേപോലെ ഈ സാധനം നമുക്ക് എവിടെ യൂസ് ചെയ്യാം? പീരിയോഡിക് ടേബിൾ യൂസ് ചെയ്തൂടെ, ഗ്രൂപ്പും പീരീഡും കാണാനൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചാൽ വളരെ എളുപ്പമാണ്. 3 ചാപ്റ്ററിലും യൂസ് ചെയ്യാം. ഇവിടെയും 1 മാർക്കിന് ക്വസ്റ്റൻ ആയിരിക്കും. അതേപോലെ ഇലക്ട്രോൺ എണ്ണം കാണാൻ, പ്രോട്ടോൺ എണ്ണം കാണാൻ, ന്യൂട്രോൺ എണ്ണം കാണാൻ. സിമ്പിൾ അല്ലേ? തിയറി ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഈ സാധനം അങ്ങ് പഠിച്ചു പോയാൽ മതി. ഓക്കെ ആണല്ലോ?
സെറ്റ് ആണല്ലോ. അപ്പൊ ഈ പടം വരയ്ക്കാനായിട്ട് വിട്ടുപോരുത്, കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണ് സാർ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ. An atom consists of subatomic charged particles. However, an atom is electrically neutral. ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിച്ചു പോയിട്ടുണ്ടാവില്ല. കാരണം ഈ ചോദ്യം നിങ്ങൾ ഇങ്ങനെയാണോ ദൈവമേ വരാ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും സാർ ആൻസർ കാണിക്കുമ്പോൾ. പക്ഷെ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം. അതായത് an atom consists of subatomic charged particles. ഒരു ആറ്റത്തില് സബറ്റോമിക് ചാർജഡ് ആയിട്ടുള്ള കണങ്ങളുണ്ട്. ഓക്കെ. However, an atom is electrically neutral. എന്നിരുന്നാലും ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്, ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് കാരണം? ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കും, ദൈവം ഈ ക്വസ്റ്റ്യൻ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല, പക്ഷേ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ? നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കോ മെറ്റീരിയലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം ഒന്ന് എടുത്തു നോക്കിക്കേ, അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ ആണോടാ? അപ്പൊ ഈ ഒരു ആൻസർ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഓക്കെ, സാർ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇത് എനിക്കറിയാം എന്ന് നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് പറയണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കുക, ആൻസർ അറിയാം, പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് സാറ് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വേണമെങ്കിൽ എന്ത് വരിക, ക്വസ്റ്റ്യൻ വരിക. സെറ്റ് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ സാർ ഒന്ന് കാണിച്ചു തരാം. നോക്കി, ആൻസർ ഇത്രേ ഉള്ളൂ, പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. The number of protons and electrons present in an atom is equal. അതായത് പുള്ളി പറഞ്ഞത് ആറ്റം ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ എന്ന ആ പറയുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ഗോളത്തില് പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണ്. അതായത് നമ്പർ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബിക്കോസ് ദ ചാർജസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ദ ടോട്ടൽ ചാർജ് ഓഫ് ദ ആറ്റം ഈസ് സീറോ. അതായത് അവിടെയുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ടോട്ടൽ ചാർജും നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ ടോട്ടൽ ചാർജും എല്ലാം സെയിം ആണ്. അതായത് ഈക്വൽ ആയിരിക്കും. ഇവിടെ 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ, 10 നെഗറ്റീവ് ഉണ്ടെങ്കിൽ 10 പോസിറ്റീവ്, 20 നെഗറ്റീവ് ഉണ്ടെങ്കിൽ 20 പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തായിരിക്കും കിട്ടുക? സീറോ അല്ലടാ കിട്ടുക. ഓക്കെ ആണല്ലോ? അങ്ങനെ ആയതുകൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ആരാണിത് പറഞ്ഞത്? ജെ തോംസൺ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതും കൂടി വേണമെങ്കിൽ ഇതിന്റെ ഒപ്പം പഠിച്ചു പൊക്കോളാം. ഇത് പറഞ്ഞ ആൾ ആരാണ്? ജെ തോംസൺ ആണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യണോട്ടാ, അല്ലാണ്ട് ഡയറക്ട്ലി ജെ തോംസൺ പ്ലം പുഡിംഗ് ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പ്രതീക്ഷിക്കരുത്. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. സാർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണ്, ഒരു സ്കൂളിൽ കൊടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് സാർ. അപ്പൊ ഇതേ രീതിയിലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതേ സാർ അതിന്റെ പേജ് നമ്പർ ഒന്ന് കാണിച്ചു തരാം. നോക്കിയടാ, മോഡൽ കിടക്കുന്നുണ്ട് കേട്ടാ, ജെ തോംസൺ പ്ലം പുഡിംഗ് ആറ്റം മോഡൽ. അതിലിതേ ദി ലൈൻ ആയിട്ടാണ് ഇതേ നോക്കിക്കേ, ദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ പറയുന്ന ലൈൻ കേട്ടോ. ഈ ലൈൻസ് ആ അടിയിൽ വരെ, അതാണ് അതിന്റെ ആൻസർ വരെ കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി ജെ തോംസന്റെ പ്ലം പുഡിംഗ് ആറ്റം മോഡൽ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് ചോദിച്ചിട്ടില്ല. അതിൽ ലാസ്റ്റത്തെ കാരണം മാത്രം പഠിച്ചാൽ മതി. ആ ലാസ്റ്റത്തെ പറയുന്ന ലൈൻസിന്റെ കാരണം മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. പേജ് നമ്പർ എത്രയിലാണ് വരുന്നത്? 13ലാണ് അല്ലെ? 11ലാണ് അല്ലെ? 11ലാണ് വരുന്നത്. പേജ് നമ്പർ 11ലാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ പഠിച്ചു പോട്ടണമെന്ന് സാർ വിചാരിക്കുന്നു. കാരണം ഇത് ലാസ്റ്റ് ടൈം ആണ് അല്ലെ? ഇപ്പൊ ഓൾറെഡി നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിങ്ങനെയാണോ വരുന്നതെന്ന് നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവില്ല. അതിപ്പോ കിട്ടിയല്ലോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നാളെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിന് ചിലപ്പോൾ ഇത് മാത്രമല്ല, ചിലപ്പോൾ വേറൊരു ടൈപ്പും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക അല്ലെ? അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എന്നെ ഓർത്തില്ലെങ്കിലും ഈ ആൻസർ ഓർക്കണം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? അപ്പൊ ഷാരുൺ സാറിന് ഓർത്തില്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ കേൾക്കണം, പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ അടുത്ത അതിന്റെ ഒരു ക്വസ്റ്റിലോട്ട് പോവാണ് സാർ. 11th ക്വസ്റ്റ്യൻ. സാർ നേരത്തെ പറഞ്ഞ പോലെ ഐസോടോപ്പിന്റെ സെക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഐസോടോപ്പിന്റെ സെക്ഷൻ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോ നിങ്ങൾ. എ പാർട്ടിലോ ബി പാർട്ടിലോ ഒക്കെ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചോളണം കേട്ടോ. അവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, കാർബൺ 14 തന്നിട്ടുണ്ട്, സോഡിയം 24 തന്നിട്ടുണ്ട്, കൊബാൾട്ട് 60 ഇപ്പൊ കേട്ട് കഴിഞ്ഞാണ് നമ്മൾ. അതേപോലെ യുറാനിയം 235 തന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് പ്രധാന ഐസോടോപ്പുകളാണ്. അതായത് ഫ്യൂ ആർ ഐസോടോപ്സ് എന്താണ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐസോടോപ്പുകളാണ്. റൈറ്റ് ഡൗൺ യൂസ് ഫോർ ഈച്ച്. അതായത് ഒരു യൂസ് ചെയ്ത ഇവരെല്ലാവരുടെയും ഒരു യൂസ് ചെയ്ത ഒരെണ്ണം വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരെണ്ണം വെച്ച് എഴുതിയാൽ മതി. അപ്പൊ 4 പേരുടെ എഴുതണം. സോഡിയം ഉണ്ടായിരുന്നില്ല, സോഡിയം സാർ ആഡ് ചെയ്താണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ സോഡിയം ആയിരുന്നില്ല, സോഡിയം ആഡ് ചെയ്താണ്. കാരണം ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ പുതിയതായിട്ട് വന്നതാ. സോഡിയം 24 പണ്ടത്തെ നിങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല, പുതിയ സിലബസിൽ ഉണ്ടായതാ. അപ്പൊ അതും എങ്ങനെയെങ്ങാനും ചോദിച്ചാലോ, വിട്ടുപോരുത്. അപ്പൊ ആ ബോക്സ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എല്ലാം സെറ്റ് ആവും കേട്ടോ. ആ പേജ് നമ്പർ സാറ് പറയണ്ടല്ലോ, ഓൾറെഡി നിങ്ങൾ ഐസോടോപ്പിൽ കണ്ടതാണ്. ആ സെക്ഷൻ തന്നെയാണ് സാറ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരാളുടെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോടാ. കൊബാൾട്ട് 60യുടെ സാറ് നേരത്തെ കാണിച്ചല്ലേ. എന്തായിരിക്കും കൊബാൾട്ട് 60യുടെ ആൻസർ? നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു നോക്കി, എന്തായിരിക്കും അതിന്റെ ആൻസർ? ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നല്ലേ സാർ നേരത്തെ പറഞ്ഞേ.
അത് എളുപ്പമല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ബാക്കിയുള്ളവരുടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ ആൻസർ നോക്കിക്കേ. ഫസ്റ്റ് നമ്മളുടെ കാർബൺ 14 യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഏജ് ഓഫ് ഫോസിൽസ്. ടിക്ക് ചെയ്ത് വെച്ചോട്ടാ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. മിക്കപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്നത് കാർബൺ 14 ആണ്. ഏജ് ഓഫ് ഫോസിൽസ് കാണാനായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് കാർബൺ 14 ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഇത് ഇങ്ങനെയല്ലാതെ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കാർബൺ 14 യൂസ് എന്താണ്? ഫോസിലുകളുടെ ഏജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ആള് സോഡിയം 24 ടു ഡിറ്റക്ട് ദ ലീക്കേജ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ്. അതായത് നമ്മൾ മറ്റേ വ്യാവസായിക മേഖലകളിലൊക്കെ കുറച്ച് പൈപ്പ് ലൈനിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ലീക്കേജ് വന്നാൽ ഈ സോഡിയം വെച്ചിട്ടാണ് അതിനെ മനസ്സിലാക്കി എടുക്കുന്നത്. ഡിറ്റക്ട് ചെയ്യുന്നത് സോഡിയം വെച്ചിട്ടാണ്. ഓക്കെ എന്നാ? ഓക്കെ ആണോ? ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണില്ല കേട്ടോ. കാരണം വേറെ ഒന്നല്ല, കുറച്ച് പേര് മാത്രം ചിലപ്പോൾ കേട്ട് കാണില്ല. ആ ബോക്സ് പഠിച്ച് കാണില്ല. അതാണ് അതിന്റെ ആൻസർ കേട്ടാ. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സോഡിയം നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നാളെ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഐസോടോപ്പിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നട്ടാം കേട്ടോ. ഐസോടോപ്പിന്റെ വേറൊരു ടൈപ്പും കൂടിയുണ്ട്, അത് സാറ് കാണിച്ചു തരും. ഓക്കെ, അതേപോലെ അടുത്തത് കൊബാൾട്ട് 60 സാറ് പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് യുറാനിയം 235 എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ എന്തിനാണ് ഇന്ധനമായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഏത്? യുറാനിയം 235. നമ്പർ പഠിക്കണോട്ടാ. നമ്പർ പഠിക്കാണ്ട് യുറാനിയം, കൊബാൾട്ട്, കാർബൺ ഒക്കെ പഠിച്ചിട്ട് കാര്യമില്ല. കാർബണിന്റെ തന്നെ 3 ടൈപ്പ് ഐസോടോപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ അതിന്റെ ഇത് മാത്രം പഠിക്കരുത്, പേര് മാത്രം പഠിച്ചു പോകരുത്, നമ്പർ പഠിക്കണം. നമ്പർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതിന്റെ ഒപ്പം ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒപ്പം പറയാൻ പോകുന്ന സാധനമാണ് ഇപ്പോൾ ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഉള്ള ഐസോടോപ്പ് ഉണ്ട്. ഏതാണ്? ഡ്യൂട്ടീരിയം. ഈ ഡ്യൂട്ടീരിയം അതിന്റെ ഓക്സൈഡ്, ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയുന്നത് D2O എന്ന് പറയും. ഈ ഒരു സാധനം ശരിക്കും ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവൽ ആയിട്ടല്ല, ജസ്റ്റ് അവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 2 സാധനം കൂടി ആയി അല്ലേ? അപ്പൊ അതിന്റെ ഒപ്പം ഇതും കൂടെ പഠിച്ചു പോകണം. സെറ്റ് അല്ലേ? അപ്പൊ കുറച്ച് പേര് ആലോചിക്കും ഐസോടോപ്പ് ഞാൻ പഠിച്ചിട്ടുള്ളൂ സാറേ. ശ്രമിച്ചു നോക്കും. ഓക്കെ, ശ്രമിച്ചു നോക്ക്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. കാരണം ലാസ്റ്റ് മിനിറ്റിൽ ഐസോടോപ്പ് ഒക്കെ പഠിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്, അതാണ് സാറ് പറഞ്ഞത് കേട്ടാ. ഓക്കെ ആണല്ല? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. 12th ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മേജർ ലിമിറ്റേഷൻ ഓഫ് റുദർഫോർഡ് ആറ്റം മോഡൽ? റുദർഫോർഡ് ആറ്റം മോഡലിന്റെ മേജർ ലിമിറ്റേഷൻ, പ്രധാന പോരായ്മ എന്താണെന്നുള്ളതാണ്. ഒറ്റ പോരായ്മയാണ് പുള്ളി പറയുന്നത്. കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അല്ലെ? അതിന്റെ ആൻസർ നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടെത്തി കാണണം. റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് അതിന്റെ ആറ്റം മോഡലൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വരുന്ന ഒരു ചെറിയൊരു പോർഷൻ ആണ് ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡിൽ കിടക്കുന്നത്. പോരായ്മ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഓക്കെ, ചിലവർ അത് വിട്ടുപോയി കാണണം, കാരണം വലിയൊരു പാരാഗ്രാഫാണ് അത്. പക്ഷെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കാരണം പണ്ടൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റെബിലിറ്റി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ സാറിനെ കാണിക്കുകയാണ്. ചിലവർക്ക് ആൻസർ അറിയാൻ പറ്റുണ്ടാവും. അപ്പൊ അതൊന്ന് പറഞ്ഞു നോക്കുക. ആൻസർ എഴുതി ഒന്നും നോക്കണ്ട കേട്ടോ, പറഞ്ഞു നോക്കിയാൽ മതി. അത്രയും സമയം നമുക്കില്ല. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ ആൻസർ സാറ് കാണിക്കുകയാണ്. നോക്കി എന്താണ് ആൻസർ. ആൻഡ് അക്കോർഡിംഗ് ടു ദ electromagnetic theory, അതായത് വൈദ്യുത സിദ്ധാന്ത പ്രകാരം ഇലക്ട്രോൺ should radiate electromagnetic radiation as they revolve and eventually collapse into the nucleus when their energy is completely lost. However, this phenomenon does not occur in the atoms. Rutherford was unable to explain the reason behind this. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി പറയാൻ പറ്റില്ല, അതാണ് സാധനം. അതായത് സ്ഥിരത ഉണ്ട്, ആറ്റത്തിന് സ്ഥിരത ഉണ്ട് എന്നുള്ളത്. he could not explain the stability of the atom. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണിന് ഒരു പരിധി കഴിയുമ്പോൾ അതിന്റെ എനർജി നഷ്ടപ്പെടും. വൈദ്യുത സിദ്ധാന്ത പ്രകാരം ഈ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണിന് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ, അതായത് നമ്മളൊരു 10-15 വട്ടം കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തലറങ്ങി എന്താണ് നിലത്ത് വീഴും അല്ലെ? അപ്പൊ അതേപോലെ ഈ പറയുന്ന റുദർഫോർഡ് പറയുന്നത് ഇലക്ട്രോൺസ് കറങ്ങുന്നത് സർക്കുലാർ പാത്തിലാണ്. ശ്രദ്ധിക്കണം, ആ വാക്കിന് പ്രത്യേകതയുണ്ട്. ബോറിൽ വന്നപ്പോൾ അത് ഫിക്സഡ് സർക്കുലാർ പാത്ത് എന്ന് ബോർഡ് എടുത്തു പറഞ്ഞു. അത് ഫിക്സഡ് ആയിരുന്നു എന്ന് ബോർഡ് എടുത്തു പറഞ്ഞു. പക്ഷെ റുദർഫോർഡ് പറഞ്ഞ എന്താണ്? ഒരു സർക്കുലർ പാത്താണ്, അത്രേ പറഞ്ഞുള്ളൂ. ആ സർക്കുലർ പാത്തിൽ കിടന്ന് കറങ്ങുന്ന എന്ത് സാധനത്തിനും ഒരു പരിധി കഴിഞ്ഞാൽ അതിന്റെ എനർജി നഷ്ടപ്പെടും. അത് പതുക്കെ സെന്ററിൽ വന്നിടിക്കും, ആറ്റം ഇല്ലാതെയാവും. പക്ഷെ ഒരിക്കലും എന്താവില്ല. നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലെ? അത് ഒരിക്കലും നശിച്ചു പോവാത്തൊരു സാധനമാണ് ഇത് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഈ പറയുന്ന ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റിയില്ല?
അത് പറയാനായിട്ട് പുള്ളിക്ക് ഉത്തരവില്ലായിരുന്നു. അതുകൊണ്ട് അത് ലിമിറ്റേഷൻ ആണ്, പുള്ളിയുടെ പോരായ്മയായിട്ട് അത് കൺസിഡർ ചെയ്തു. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി ഇപ്പോൾ ഇതൊന്നും പറ്റിയില്ല, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതിയാലും ചിലപ്പോൾ അതിന്റെ പകുതി മാർക്കേലും കിട്ടും. മാർക്ക് അനുസരിച്ച് ചെയ്താൽ ഇതൊരു 2 മാർക്സ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സാർ ഇങ്ങനെ എഴുതിയത്. ഈ ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എഴുതിയാലും ചിലപ്പോൾ മാർക്ക് കിട്ടും. സ്ഥിരത വിശദീകരിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് എഴുതിയാലും ഓക്കെ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 12th ക്വസ്റ്റൻ ആണ് കഴിഞ്ഞത്. എൻ്റെ ആൻസർ ദേ സാറ് കാണിച്ചു തരാം കേട്ടോ. 12th പേജിൽ, പേജ് നമ്പർ 12ൽ ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ പാരഗ്രാഫാണ് സാർ ഈ പറയുന്നത് കേട്ടോ. ആ പാരഗ്രാഫാണ് എൻ്റെ ആൻസർ. അതൊരു 2 മാർക്സ് ആയതുകൊണ്ടാണ് സാർ അങ്ങനെ എഴുതിയത്. അതർവൈസ് ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്ന് എഴുതിയാലും ദാറ്റ്സ് ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റിനോട്ട് പോകണം കേട്ടോ. ഓക്കെ, 13th ക്വസ്റ്റ്യൻ. ഇതൊരു വ്യത്യസ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നിങ്ങളുടെ ലെറ്റേഴ്സിലും ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും സാർ വിചാരിക്കുന്നു. അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാനോ ഇലക്ട്രോൺ എണ്ണം കാണാനോ ന്യൂട്രോൺ എണ്ണം കാണാനോ ഒക്കെ ചോദിക്കുന്ന പോലെ ഇതേ ടൈപ്പിലും ചോദിക്കാം. ഓക്കെ അല്ലേ? അതിന്റെ എ ക്വസ്റ്റ്യൻ പറയാണ്, ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ KLM ഷെൽസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ KLM ഷെൽസിൽ ഇലക്ട്രോൺസ് കാണപ്പെടുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് വായിക്കാം. വിച്ച് ഓഫ് ദീസ് ഷെൽസ് ഹാസ് ഹൈയസ്റ്റ് എനർജി? K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്. ഇതിൽ ഏറ്റവും ഹൈയസ്റ്റ് എനർജി ഉള്ളത് ആര്? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ആലോചിക്കും, ദൈവമേ ആദ്യത്തെ ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണാവോ എന്ന് ആലോചിക്കരുത് കേട്ടാ. ഇതിന്റെ ആൻസർ കിടക്കുന്നത് ബോർ മോഡൽ കൺസെപ്റ്റിലാണ്. അവിടെയല്ലേ നമ്മൾ 1 2 3 4 എന്ന് പറയുന്ന ഷെൽ നമ്പർ കൊടുത്തേ. അതേപോലെ KLMN അതൊക്കെ കൊടുത്തപ്പോഴാണ് ബോറല്ല കൊടുത്തേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അയാളുടെ പോസ്റ്റുലേറ്റിൽ 4മത്തെയോ 3മത്തെയോ പോസ്റ്റുലേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്താണ്? ഇലക്ട്രോൺ ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് ഓർബിറ്റ് പോകുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും? എനർജി കൂടിക്കൊണ്ടിരിക്കും, ഊർജം കൂടിക്കൊണ്ടിരിക്കും. അതായത് ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തിരിക്കുന്ന K ഷെല്ലിന് എനർജി എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഐഡിയ മനസ്സിലായ? അതേപോലെ എല്ലിന് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി 3 പേരിൽ ആർക്കാണ്? എമ്മിനായിരിക്കും. ആൻസർ കിട്ടിയെന്ന് സാറ് വിചാരിക്കുന്ന ആൻസർ എന്താണ്? M ഷെല്ലാണ്. 1 മാർക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ. ABC എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് വരെ. അതിൽ 1 മാർക്ക് ക്വസ്റ്റൻ ആണ് പറയുന്നത്. M ഷെല്ലിനാണ് ശരിക്കും എന്ത് കൂടുക? എനർജി കൂടുക. നിങ്ങൾ അപ്പോൾ ആലോചിക്കും, സാർ ഈ M ഇതിന് 1 മാർക്ക് ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരം സാറിന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പറയുന്ന ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് കിടക്കണം. അപ്പൊ ഡയറക്ട്ലി ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞ് ചോദിക്കൂല. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നിന്ന് എടുത്തെഴുതാൻ പറയും. അതല്ലെങ്കിൽ ഇതേപോലെ ചോദിക്കും. അപ്പൊ പല ടൈപ്പിൽ ചോദ്യം ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ അത് പഠിച്ചാലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബി ക്വസ്റ്റിനോട് സാറ് പോവാണ് കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് M ഷെൽ കണ്ടെയ്ൻ, ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചോട്ടെ. ഈ സാധനം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് M ഷെൽ കണ്ടെയ്ൻസ് ഓൺലി 5 ഇലക്ട്രോൺസ്. ലാസ്റ്റ് ഷെല്ലാണ് M എന്ന് പറഞ്ഞു. K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്. അപ്പൊ അവസാനത്തെ ഷെല്ലാണ് M എന്ന് ബോധം ഉണ്ടാവണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ലാസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദിസ് ആറ്റം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എലമെന്റിന്റെ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ എഴുതുക എന്നാണ് ചോദ്യം. ഓക്കെ, ഈ ആറ്റത്തിന്റെ M ഷെല്ലില് 5 ഇലക്ട്രോണുകളാണ് ഉള്ളത് എങ്കിൽ അറ്റോമിക് നമ്പർ എഴുതുക. ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ആദ്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതായത് നിങ്ങൾ ആലോചിക്കുക, K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട് അല്ലെ? ഏതൊക്കെയുണ്ട്? K ഷെല്ലുണ്ട്, M ഷെല്ലുണ്ട്, L ഷെല്ലുണ്ട്, M ഷെല്ലുണ്ട്. 3 ഷെല്ലുകളുണ്ട് അല്ലെ? ആദ്യത്തെ ഷെല്ലിൽ 5ാമത്തെ ഇലക്ട്രോൺ, 5 ഇലക്ട്രോൺ ആണ് ശരിക്കും എമ്മിലുള്ളതെന്നാണ് പറയുന്നത്. 5 ഇലക്ട്രോൺ ആണ് എമ്മിലുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ബോർ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അപ്പോഴും പോസ്റ്റുലേറ്റ് വരണം. ബോർ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇതൊക്കെ നിറഞ്ഞിട്ടേ ഇങ്ങോട്ട് പോകുള്ളൂ, എമ്മിലോട്ട് പോകുള്ളൂ. ഇതൊന്നും നിറയാണ്ട് ഇങ്ങോട്ട് പോകില്ല, അടുത്ത ഷെല്ലോട്ട് പോകില്ല അല്ലെ? ഇയാൾ നിറഞ്ഞാൽ ഇയാളേക്ക് പോകുള്ളൂ, ഇയാൾ നിറഞ്ഞാൽ ഇയാളേക്ക് പോകുള്ളൂ, ഇയാൾ നിറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതിൽ 5 വരണമെങ്കിൽ ഇതും നിറഞ്ഞു കാണണം. ആദ്യത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ ആടാ? 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ല് മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും? 8 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടൽ എത്രയായി? 8ഉം 2ഉം 10ഉം 15 ഇലക്ട്രോൺ. 15 ആണ് അതിന്റെ ആൻസർ വരെ. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ കുറച്ച് പേർക്ക്. കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യണം കേട്ടാ. ഇത് തന്നെ M തന്നെ ചോദിക്കണം എന്നില്ല, L വെച്ച് ചോദിക്കാം. പിന്നെ അതേപോലെ 5 ഇലക്ട്രോൺ തന്നെ എന്നില്ല, 4 ഇലക്ട്രോണോ 3 ഇലക്ട്രോണോ 5 ഇലക്ട്രോണോ 8 ഇലക്ട്രോണോ ഒക്കെ ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് ഇതേപോലെ ഒന്ന് എഴുതി വെക്കണം. സൈഡിൽ KLM എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 15 ആണ് അതിന്റെ ആൻസർ. ഇനി അതേപോലെ അതിലൊരു C ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ്
ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം. നേരത്തെ നമ്മൾ പഠിച്ചാണ് അല്ലെ, കുറച്ച് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ഇതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇതിലെ ആറ്റത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സിമ്പിൾ അല്ലേ, അറ്റോമിക് നമ്പർ ആണ്. Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ആണ്. ഇലക്ട്രോൺ എണ്ണം അതേപോലെ ആരുടെയും എണ്ണം, പ്രോട്ടോൺ എണ്ണം. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിയാൽ പോരെ. ഈ നിറഞ്ഞു പോകുന്ന ആരാണ്? ഇലക്ട്രോൺ അല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി. എത്രയാണ് കൂട്ടിയപ്പോൾ? 15 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ആൻസറും എത്ര തന്നെയാണ്? 15. ഓക്കെ അല്ലേ? ഓക്കെ, സാർ ആൻസർ പെട്ടെന്ന് കാണിച്ചല്ലേ. അതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ. ഓൾറെഡി അറിയാമല്ലോ, 15 തന്നെയാണ് അതിന്റെ ആൻസർ വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡി ക്വസ്റ്റ്യൻ കൂടെ കിടക്കുന്നുണ്ട്. നോക്കി ഒന്ന് വായിച്ചു നോക്കി. ഇഫ് ദ ന്യൂക്ലിയസ്, ഒന്ന് കുഴപ്പിക്കുന്ന ചോദ്യമൊന്നുമല്ല, ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടും. കാരണം നിങ്ങൾ ന്യൂട്രോണെ കണ്ടെത്താനേ പഠിച്ചിട്ടുള്ളൂ, മാസ് നമ്പർ കണ്ടെത്താൻ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കണക്കറിയാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഒന്ന് വായിച്ചു. ഇഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം കണ്ടെയ്ൻ 16 ന്യൂട്രോൺസ്, ഈ പറയുന്ന ആറ്റത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം 16 ആണ്. വാട്ട് ഇസ് ഇറ്റ്സ് മാസ് നമ്പർ? ഈ പറയുന്ന ആളുടെ മാസ് നമ്പർ എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ ന്യൂട്രോണിന്റെ എണ്ണം 16 എന്ന് കിട്ടി അല്ലെ. ന്യൂട്രോൺ എണ്ണം കിട്ടാൻ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? മാസ് നമ്പർ പഠിക്കണം. അത് മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറക്കും? അറ്റോമിക് നമ്പർ കുറയ്ക്കും അല്ലെ. അറ്റോമിക് നമ്പർ ഇപ്പൊ കിട്ടി, 15 കിട്ടി. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാലാണ് ആരെ കിട്ടുള്ളൂ? ന്യൂട്രോണെ കിട്ടുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ ഇല്ല ഇവിടെ. ഇത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? അറ്റോമിക് നമ്പറിനോട് എന്ത് കൂട്ടിയാൽ മതി? ന്യൂട്രോൺ എണ്ണം കൂട്ടിയാൽ പോരെ. ചിന്തിക്കണോട്ടാ. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ വെച്ച് കുറച്ചാൽ ന്യൂട്രോൺ കിട്ടുമെങ്കിൽ ന്യൂട്രോണിനോട് അറ്റോമിക് നമ്പർ കൂട്ടിയാൽ ആരെയും കിട്ടും? മാസ് നമ്പർ കിട്ടൂലേടാ. കിട്ടൂലേ? അതാണ് സിമ്പിൾ ലോജിക്ക് കേട്ടാ. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സി പാർട്ടിലൊക്കെ ഇങ്ങനെ മറ്റേ ABC ടൈപ്പ് ഓഫ് ക്വസ്റ്റനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ എത്ര വരും? 31 വരും. അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി 15. അതേപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ന്യൂട്രോൺസ് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നു 16. രണ്ടും കൂടെ ചുമ്മാ കൂട്ടി നോക്കുക. എത്ര വന്നു? 31. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. 31ന് 15 കുറച്ച് നോക്കുക, എത്ര വരും നോക്കുക. 16 അല്ലേ. അപ്പൊ അത് കറക്റ്റ് ആണ്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാത്ത പണിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ ആണ്? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കേട്ടാ. അപ്പൊ ഇതിനർത്ഥം ഇത് തന്നെ ചോദിക്കണം എന്നല്ല. ചിലപ്പോൾ M മാറി എല്ലാവാം, ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണമൊക്കെ മാറി വേറെ ആവാം. പ്രോട്ടോൺ എണ്ണം വേണമെങ്കിൽ തരാം, എന്നിട്ട് ഇലക്ട്രോൺ എണ്ണം കാണാൻ ചോദിക്കാം, പല ടൈപ്പ് ചോദിക്കാം കേട്ടാ. പഠിക്കുമ്പോൾ പാറ്റേൺ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്ത ക്വസ്റ്റിലോട്ട് സാർ പോവാണ്ട്. 14th ക്വസ്റ്റ്യൻ. ദ സിംബൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. കുറച്ച് എലമെന്റ്സിന്റെ സിംബൽ എന്നുണ്ട്. സാറ് പറഞ്ഞ ഐസോടോപ്പിന്റെ വേറൊരു വേർഷൻ സാറ് തരാമെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു വേർഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഇത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. നോക്കിക്കേ, ദ സിംബൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. അതായത് ചില മൂലകങ്ങളുടെ സിംബലുകൾ തന്നിട്ടുണ്ട്. സിംബലുകളും അവരുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട ചോദ്യം, ഫസ്റ്റ് സെലക്ട് എ പെയർ ഓഫ് ഐസോടോപ്സ് ഫ്രം ദ ഗിവൺ എലമെന്റ്. അതായത് തന്നിരിക്കുന്ന ഈ പറയുന്ന എലമെന്റുകളിൽ നിന്ന് ഐസോടോപ്പിന്റെ ഒരു പെയർ കണ്ടെത്തുക. ഒരു ജോഡി ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ പെയർ ആയിരിക്കും അല്ലെ. ഐസോടോപ്പിന്റെ ഒരു പെയർ ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കിക്കേ, മെഗ്നീഷ്യം ഉണ്ട് അല്ലെ. മെഗ്നീഷ്യം 1224 കൊടുത്തിട്ടുണ്ട്. കാർബൺ C612 കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ 715 കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാർബൺ 614 കൊടുത്തിട്ടുണ്ട്. അതേപോലെ സോഡിയം 1124 കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഐസോടോപ്പ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ അത് പഠിക്കണം. എന്തായിരുന്നു ഐസോടോപ്പ് എന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെന്റുമായിട്ടുള്ള ആൾക്കാരെ എന്ത് വിളിക്കാം? ഐസോടോപ്പ് എന്ന് വിളിക്കാം. ഇതിൽ അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള രണ്ടാൾക്കാരല്ലേ കാണുന്നുള്ളൂ. നോക്കിക്കേടാ, കാർബൺ അല്ലേ. കാർബൺ ഇവിടെ 6, ഇവിടെയും കാർബൺ എന്താണ്? 6. അതിന്റെ എന്ത് ഡിഫറെന്റ് ആണ്? മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. ഓക്കെ ആണോ? അപ്പൊ അതിന്റെ ആൻസർ കിട്ടി. എന്താണ് ആൻസർ? C612ഉം അതേപോലെ C614. ഓക്കെ അല്ലേ? ഇനി അവിടെ ഒരു ചോദ്യം ഉണ്ട്. അതിന്റെ ആൻസർ സാർ ഇപ്പൊ തന്നെ പറഞ്ഞു. അടുത്തൊരു ചോദ്യം നോക്കിയേ. അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ബി, റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ഇറ്റ്. എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ ആലോചിക്കും, അയ്യോ ഇതെന്താണാവോ സെലക്ട് ചെയ്യാൻ കാരണം, ഒരു പിടുത്തം കിട്ടണമല്ലോ എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഐസോടോപ്പിന്റെ ഡെഫിനീഷൻ അങ്ങ് എഴുതി വെക്കുക. അതാണ് അതിന്റെ ആൻസർ അല്ലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തത്? അതിന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഐസോടോപ്പിന്റെ ഡെഫിനേഷൻ എന്താണ്? അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ. അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ ആണോടാ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, റൈറ്റ് വാട്ട് യു മീൻ ബൈ ഐസോടോപ്പ് എന്ന് ചോദിച്ചില്ല. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചില്ല. എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് ഐസോടോപ്പിനെ കണ്ടെത്താൻ ചോദിച്ചു. അതിൽ നിന്ന് ഐസോടോപ്പിന്റെ ഡെഫിനേഷൻ ഇൻഡയറക്ട്ലി ചോദിച്ചു. മനസ്സിലായോ?
ഓക്കെ ആണോ? അപ്പൊ ഇതേപോലെ എക്സ്പെക്ട് ചെയ്യണം ക്വസ്റ്റ്യൻ കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ ആൻസർ അറിയാൻ പറ്റും, പക്ഷേ ഇത് ഒന്ന് നിങ്ങളുടെ ആ സമയത്ത് ആ ബുദ്ധി ഉദിക്കില്ല എന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് പിന്നെ മറ്റേ വർക്ക്ഔട്ട് ചെയ്തെടുത്താൽ സിമ്പിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു സി ക്വസ്റ്റ്യൻ കൂടെ അതിൽ കിടക്കുന്നുണ്ട്. അതാണ് അതിന്റെ ആൻസർ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പറും അതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പർ ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോടോപ്പുകൾ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അതിലൊരു സി ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. നോക്കി, സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദ ഗിവൺ എലമെന്റ്സ്. ഐസോബാറുകളെ, ഈ പറയുന്ന എലമെന്റുകളിൽ നിന്ന് ഐസോബാറുകളെ ഒരു ജോഡി ഉണ്ടാവുമായിരിക്കാം, ഒന്ന് കണ്ടെത്ത്. അപ്പൊ ആലോചിക്കുക, ഐസോടോപ്പിന്റെ തലതിരിച്ചുള്ളതാണ് ഐസോബാർ. ഐസോടോപ്പിൽ സിമിലർ ആയ ആരായിരുന്നു? അറ്റോമിക് നമ്പർ സെയിം ആയിരുന്നു, മാസ് നമ്പർ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ഐസോബാർ ആരായിരിക്കും? അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും, ആര് സെയിം ആയിരിക്കും? മാസ് നമ്പർ സെയിം ആയിരിക്കും. ഒന്ന് നോക്കി, ഈ പറയണ ഇനിയിപ്പോ ഈ കാർബണെ വിട്ടിട്ട് ബാക്കി മൂന്നെണ്ണത്തിന് നോക്കാം. മെഗ്നീഷ്യം, നൈട്രജൻ ആൻഡ് സോഡിയം. ഇതിൽ അറ്റോമിക് നമ്പർ ഡിഫറെന്റും മാസ് നമ്പർ സെയിം ആയിട്ടുള്ള രണ്ടാൾക്കാരെ കിട്ടുമെന്ന് നോക്കിക്കേ. ഒരു പെയറിനെ കിട്ടൂലേ? നോക്കിക്കേടാ, മെഗ്നീഷ്യം 24, അതേപോലെ സോഡിയം 24. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് രണ്ടും എന്താണ്? ഐസോ ബാർ ആണ്. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? മെഗ്നീഷ്യം, അതേപോലെ തന്നെ സോഡിയം. ചേട്ടാ സോഡിയം അപ്പൊ നിങ്ങൾ വിചാരിക്കുക അതിന്റെ മാസ് നമ്പർ 23 അല്ലേ സാർ എന്ന് ചോദിക്കും കേട്ടാ. ഓൾറെഡി അതിന്റെ ഐസോടോപ്പ് വേറെ ഉണ്ട്, ഐസോടോപ്പ് 24 ആയിട്ടുള്ള ഒരാളുണ്ട് കേട്ടാ. ഓക്കെ ആണല്ലോ? ഇതാണ് ആൻസർ. എടാ അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് പഠിക്കണം? ഇതിന്റെ ഒക്കെ ഡെഫിനേഷൻ കിട്ടണം കേട്ടോ. ഓക്കെ അല്ലേ? ചിലപ്പോൾ ഡെഫിനേഷൻ ആയിരിക്കും ഇൻഡയറക്ട്ലി ചോദിക്കുക. നേരത്തെ നമ്മൾ ഐസോടോപ്പിന്റെ ചോദിച്ച പോലെ. അപ്പൊ ഇതെല്ലാം ഒരു വെടിക്ക് പല പക്ഷികളാണ് അല്ലെ? ഒരു വെടിക്ക് 2 പക്ഷി എന്നല്ല സാറ് പറഞ്ഞ, പല പക്ഷികളാണ്. പല രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് ഒന്ന് പോവാൻ. നോക്കിക്കേടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ. ചില സ്റ്റേറ്റ്മെന്റുകൾ സാറ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദം ആർ റിലേറ്റഡ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം. സാറ് നേരത്തെ പറഞ്ഞില്ലേ, ചില സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ബോർ മോഡൽ, ഇപ്പോൾ ജെ തോംസന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ സാറ് കണ്ടതാണ്. ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്, അല്ല കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ബോർ മോഡൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അതിന്റെ പ്രസ്താവനകൾ, ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? കണ്ടക്ടഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി എന്നാണ് പറയാം. അതാണോ നമ്മളുടെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ വരുന്നതാണോ? നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം നമുക്ക്. അതേപോലെ ബി നോക്കാം. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഓഫ് an atom in a fixed orbit. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓക്കെ, അപ്പൊ അതിനെവിടെ ഒരു പരിപാടി ഉണ്ട് അല്ലെ? ഏത് ഓർബിറ്റൽ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം. നോക്കാം നമുക്ക്. അടുത്തത് നെക്സ്റ്റ്. അതേപോലെ അതിൽ സി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ആറ്റം. ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിനേക്കാളും വളരെ ചെറുതാണെന്നാണ്. അത് ബോർ പറഞ്ഞാണോ? ആണോ? ആറ്റത്തിന്റെ വലിപ്പത്തിനേക്കാളും വളരെ ചെറുതാണ് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. അത് ബോർ പറഞ്ഞതാണോ എന്ന് ആലോചിച്ച് നോക്കുക. 2 ടൈപ്പ് ആറ്റം മോഡൽ നിങ്ങൾ വേറെ പഠിച്ചിട്ടുണ്ട്. റുദർഫോർഡ്, ജെ തോംസൺ, അതേപോലെ ബോർ മോഡൽ. അപ്പൊ ഇതിന്റെ പോസ്റ്റ്ലേറ്റ്സ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കിടക്കുന്നുണ്ട്. ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഗിവിംഗ് നമ്പേഴ്സ് 1 2 3 4 5. ഉറപ്പിച്ചല്ലേ? ഈ ഒരു സാധനത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് സാറേ. KLMN അല്ലെങ്കിൽ 1 2 3 4 5 എന്നൊക്കെ പറയുന്ന നമ്പർ കൊടുത്തത് ആരാണ്? ബോറാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആരുടെയാണ്? ബോറിന്റെയാണ്. ഇനി ഇത് നോക്കിക്കേ, സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ന്യൂക്ലിയസിന്റെ കാര്യം പറഞ്ഞത് ബോറാണോ? ബോറാണോ? അത് വളരെ ചെറുതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞത് ബോറാണോ? അല്ലടാ, ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ അതിന്റെ ഒപ്പം റുദർഫോർഡിന്റെ കാര്യം കൂടി പഠിച്ചു നിങ്ങൾ അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കുക, അത് പഠിച്ചാൽ ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതല്ല, സി അല്ല. അപ്പൊ ഡി ആണെന്ന് മനസ്സിലായി, സി അല്ല. ഞാൻ അതുപോലെ എയും ബിയിലും ആരാണെന്ന് നോക്കാം നമുക്ക്. നോക്കിക്കേ, എ എന്താണ്? കണ്ടക്ടഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ബോർ അതിന്റെ പരിപാടിക്ക് പോയിണ്ടോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റിന്റെ കാര്യം പറഞ്ഞത് ആരാണ്? ഫിക്സഡ് പാത്തില്, സർക്കുലർ പാത്ത് അല്ല, ഫിക്സഡ് പാത്തിൽ പറഞ്ഞ ഒറ്റ ഒരാളുള്ളൂ. ആരാണ്? ബോറാണ് കേട്ടാ. അപ്പൊ അതിനർത്ഥം എ ബിയും അതേപോലെ തന്നെ ഡിയുമാണ് അതിന്റെ ആൻസർ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അതിന്റെ ആൻസർ ആണ് ഇത് ബിയും ഡിയും. അതാണ് സാറ് പറഞ്ഞത്. അതിന്റെ ആൻസർ ആണ് ബിയും ഡിയും. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇതേപോലെ ജെ തോംസന്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ വേണമെങ്കിൽ ആരുടെയും ചോദിക്കാം, റുദർഫോർഡിനെയും ചോദിക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിലാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സെറ്റ് അല്ലേ? ജെ തോംസന്റെ പോസ്റ്റ്ലേറ്റ്സ് ഒന്നുമില്ല, പ്ലം പുഡിംഗ് ആറ്റം മോഡലും അതേപോലെ E:M റേഷ്യോ ഒക്കെയാണ് അവിടെ നിന്ന് വരാനുള്ളത്. അപ്പൊ ഇതൊക്കെ പഠിച്ചാലേ അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അതായത് ഡയറക്ട്ലി ഇതിനെ വലിച്ചു നീട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇതേപോലെ ABC ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ ആൻസർ ചെയ്യണമെങ്കിലും ആ വലിച്ചു നീട്ടിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ,
സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ആൻസർ സാറ് കാണിച്ചു എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടതാ. ആ പറയുന്ന ബോക്സ് കണ്ടപ്പോൾ തന്നെ അതിൽ കിടക്കുന്നുണ്ട് ബോർ മോഡലിൽ പോസ്റ്റ്ലേറ്റ്സ് മൊത്തം കേട്ടോ. അതേ ഇവിടെ കിടക്കുന്നുണ്ട്. പേജ് നമ്പർ 13 ആണ് അല്ലെ? 13 കിടക്കുന്നുണ്ട് ബോർ മോഡലിന്റെ കൺസെപ്റ്റ്സ്, അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് കിടക്കുന്നുണ്ട്. അതിന്റെ ആൻസർ അതിന്റെ ഒരു 3rd പോയിന്റ് ആയിട്ട് വരും തോന്നും. ഫസ്റ്റ് പോയിന്റും അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇനി അഥവാ അവിടെ നിന്ന് ചോദിക്കുന്നത് 1 2 3 4 5 എന്നല്ല, പകരം KLMN എന്നാണെങ്കിലും അപ്പൊ എഴുതി വെക്കരുത്. റുദർഫോർഡ് ആണ് KLMN കൊണ്ടുവന്നത്, അയാളാണെന്ന് പറയരുത്. ആരാണ് കൊണ്ടുവന്നത്? ബോർ മോഡലാണ് കേട്ടാ. ബോർ ആണ് അത് കൊണ്ടുവന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറേ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ കേട്ടാ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഇസ് ഗിവൺ. ഒരു ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സാറ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ സാറ് പറഞ്ഞു ചില സമയത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ പറയും, ചിലപ്പോൾ ഓർബിറ്റൽ കോൺഫിഗറേഷൻ തന്നിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതാൻ പറയും. ഇത് അതേപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അനലൈസ് എ ഫിഗർ ആൻഡ് ഫോളോയിങ് ഫൈൻഡ് ദ ഫോളോയിങ്. ഒരു ഫിഗർ സാറ് തന്നിട്ടുണ്ട്. ഇതാണ് താഴെ പറയുന്ന ആൻസർ എഴുതാന്നുള്ളതാണ്. ഫിഗർ നോക്കി എന്തിന്റെ ഫിഗർ ആണെന്നുള്ളത് നിങ്ങൾ വിട്ടേര്. അതിന്റെ ഇലക്ട്രോൺ എണ്ണം എണ്ണി നോക്കുക. അതേപോലെ പ്രോട്ടോൺ എണ്ണം തന്നിട്ടുണ്ട് 13 ആണ്. അതേപോലെ ന്യൂട്രോൺ എണ്ണം തന്നിട്ടുണ്ട് 14 ആണ്. ഇതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യും കേട്ടാ. എന്നിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തൊക്കെയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? അറ്റോമിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? മാസ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടോണുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം, ഇത്രയും ചോദിച്ചിട്ടുള്ളൂ. ABCD 3 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റോമിക് നമ്പർ ചോദിച്ചിട്ടുണ്ട്, മാസ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് പ്രോട്ടോൺ ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിമ്പിൾ അല്ലേടാ, ആൻസർ കിട്ടൂലേ? ഇനി ആദ്യത്തെ അറ്റോമിക് നമ്പർ അറിയാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം. അറ്റോമിക് നമ്പർ ഇസ് എ നമ്പർ ഓഫ് പ്രോട്ടോൺ. എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ? നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ എണ്ണം എത്രയാണെന്ന് നിങ്ങൾ ആ ചുറ്റുമുള്ള ഈ പറയുന്ന ചെറിയ ചെറിയ പച്ച കളറിലുള്ള ഈ പറയുന്ന വട്ടങ്ങൾ എണ്ണി നോക്കിയാലും, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള P അതിന്റെ അടുത്തുള്ള നമ്പർ നോക്കിയാലും അത് തന്നെയാണ് നമ്മളുടെ എന്തിന്റെ എണ്ണം? അറ്റോമിക് നമ്പറിന്റെ എണ്ണം. അറ്റോമിക് നമ്പർ എത്രയാണ്? അപ്പോ 13 ആണ്. എത്രയാണ് അറ്റോമിക് നമ്പർ? 13 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ മാസ് നമ്പർ എത്രയാണ്? എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ മാസ് നമ്പർ? ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂട്രോൺ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യും? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ കാണാൻ എന്ത് ചെയ്യണം? പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ കൂട്ടുക. എത്ര ഉള്ളൂ? അപ്പൊ എത്ര കിട്ടും നോക്കുക? 27 കിട്ടും അല്ലെ? അതാണ് മാസ് നമ്പർ. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ത് തന്നെയാണ്? ഈ പറയുന്ന എഴുതി വെച്ചിട്ടുണ്ട് P. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്? 13 ആണ്. ഓക്കെ അല്ലേ? അതേപോലെ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. പ്രോട്ടോൺ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺ എണ്ണം നോക്കുക. 13 അല്ലേ? അറ്റോമിക് നമ്പർ 13 അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതി വെക്കുക. നോക്കി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 13 എന്ന് വരുമ്പോ 2, ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം, അടുത്ത ഷെല്ലിൽ എത്ര എണ്ണം? 3 എണ്ണം വരും അല്ലെ? ടോട്ടൽ എത്ര വരും? 13 വരും. 2, 8, 3 എന്ന് വരും. ഇതാണ് അതിന്റെ കാര്യം. കേട്ടല്ല? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇതേപോലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ കണ്ടുവരിക. ഇത് റിപ്പീറ്റഡ്ലി പണ്ടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ സാർ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതും ലെറ്റസസിൽ നിന്നൊക്കെ സാർ സെലക്ട് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതേപോലെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഷുവർ ഷോർട്ടായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. സാറ് പറഞ്ഞു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഐസോടോപ്പ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതേപോലെ തന്നെ നമ്മളുടെ പേരുകൾ, അതിന്റെ എക്സ്പെരിമെന്റുകൾ, അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളുടെ കാഥോഡ് റേസിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊന്നും വിടാതെ നമ്മൾ നോക്കിയിട്ടുണ്ടാവണം. എന്നാലാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് മാർക്ക് അടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു തിയറിയും പഠിക്കാതെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ അല്ലെ? ഓർബിറ്റൽ ഡയഗ്രാം, ഇതൊക്കെ കേട്ടോ. അതൊക്കെ സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കള് ചെയ്തോളണം, സെറ്റ് ആയിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സാറ് ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ മക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. കുറെ പേർക്ക് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. പേടിക്കണ്ട. നിങ്ങൾ കിട്ടാത്ത കാര്യങ്ങൾ ഇനി ചെകഞ്ഞ് ഒരുപാട് ടൈം കളയരുത്. ഒന്ന് നോക്കുക, ഇത് കിട്ടുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് പഠിക്കുക. അല്ലാതെയാണെങ്കിൽ കുഴപ്പമില്ല, സാരില്ല, നമുക്ക് അടുത്ത വട്ടം പിടിക്കാം കേട്ടാ. ഓക്കെ അല്ലേ? അപ്പോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് മനസ്സിലായെന്ന് സാറ് വിചാരിക്കുന്നു. അപ്പൊ ട്രൈ ഔട്ട് ചെയ്യണം നല്ലോണം. ഇനിയും ഒന്ന് വർക്കൗട്ട് ഒക്കെ ചെയ്ത് നോക്കണം. പാറ്റേൺ ഒക്കെ ലെറ്റസസ് ഒക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയൊക്കെ നോക്കണം കേട്ടാ. ഓക്കെ അല്ലേ? അപ്പോ കൃത്യമായിട്ട് അടിച്ചു പൊളിച്ചു പോയിട്ട് എക്സാം എഴുതണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.